അന്യപുരുഷന്റെ മുമ്പിലേക്ക് നിന്റെ ശരീരത്തിന്റെ ലാവണ്യങ്ങളെ വെളിവാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ നീ മാറ്റണമെന്ന് പഠിപ്പിച്ച് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ നിനക്ക് നിർദ്ദേശിക്കുമ്പോ ഒരു വേളയിൽ ക്യാമ്പസിന്റെ അകത്ത് ചെന്ന് ന്യൂ ജനറേഷൻ പിള്ളേരുമായി കൂടുമ്പോ നീ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെ പഴഞ്ചനായി ജീർണിച്ചതായി നിനക്ക് തോന്നുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി, ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാര് ഓമന പേരിട്ട് വിളിച്ചിരുന്നൊരു സമൂഹത്തിൽ അജ്ഞതയുടെയും അന്ധതയുടെയും അനീതിയുടെയും അനാചാരത്തിന്റെയും നടുക്കടലിൽ ആണ്ടുപോയൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളിത്യത്തിന്റെ, അനുകമ്പയുടെ സുന്ദരമായ ആശയങ്ങൾ മാനവന്റെ മനതലങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ നായകൻ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ജനിച്ചു വീഴാൻ പോലും നിനക്ക് അവകാശമില്ലായിരുന്നു. ഇന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെ നീ ജീർണിച്ചതാണെന്ന് പറയുന്നു. പറഞ്ഞല്ലോ ഖുർആൻ തൊടാൻ പാടില്ല. ഞാനും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ഒരു മതത്തിൽ ഞാൻ ഖുർആൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഖുർആൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുർആൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ്. ഞാൻ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ആ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാര് പറഞ്ഞതും എന്റെ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞതും ഈ മതത്തിലുള്ള ആളുകളും എന്നോട് പറഞ്ഞത് ഖുർആൻ തൊടാൻ പാടില്ല. ആ സമയത്ത് കോഴിക്കോടുള്ളൊരു ക്യാമ്പസിൽ അതാ ഒരു ചാനലുകാരൻ അതാ സ്ത്രീകൾ മറച്ചു വെക്കേണ്ട, രഹസ്യമാക്കി വെക്കേണ്ട ഹൈളിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നവളാ, ഇസ്ലാമിന്റെ സ്വഭാവങ്ങളെ ഞാൻ വെറുക്കുന്നുവെന്ന് ഒരു മുസ്ലിം ഉമ്മയുടെയും മുസ്ലിം വാപ്പയുടെയും മകള് പറഞ്ഞതെങ്കിൽ പ്രിയമുള്ള സഹോദരി, നീ ജനിച്ചു വീഴാൻ ഇവിടെ അവകാശം വാങ്ങിത്തന്നതാരാണ്? നീ വിമർശിക്കുന്ന ഇസ്ലാമാണ്, നീ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നേതാവാണ്. എന്റെ സഹോദരി, ഒരു കുഴിയുടെ അടുത്താണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്നതെങ്കിൽ ഒരു കമ്പ് കൊണ്ട് നിന്നെ ആ കുഴിയിലേക്ക് തോണ്ടിയിടുമായിരുന്നു. ലിംഗനിർണയം നടത്തി പെണ്ണാണെങ്കിൽ ഈ ലോകത്ത് ജനിച്ചു വീഴാൻ അവകാശം നിഷേധിച്ചൊരു കാലഘട്ടത്തിൽ ആ ക്രൂരരായ ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് മാനുഷാത പറയാൻ നീ ഇന്ന് സ്ഥാനത്ത് നിർത്തുന്ന ഇസ്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ അത് പ്രഖ്യാപിക്കുകയാ. സൂറത്തുൻ നഹ്ലിൽ 58-59 സൂക്തം നീ ഒന്ന് വായിച്ചു നോക്കൂ. ലോകത്ത് അതാ അത്യാധുനികമായ ശാസ്ത്രീയ തത്വങ്ങളെ, മാനുഷിക മൂല്യങ്ങളെ വിളമ്പിത്തുന്ന പരിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ബുശ്ശിറ അഹദുഹും ഒരു പെണ്ണ് പിറന്നു എന്ന് ആ വാപ്പമാർക്ക് വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം അതാ കോപാകുലനാകുന്നു, മുഖം വിവർണമാകുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ലജ്ജാഭാരത്താൽ അവർ ജനങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറുന്നു. കൂട്ടുകാരന്റെ അടുക്കൽ പോകുന്നില്ല. കഅബാലയത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് സൊറയടിക്കാൻ അവനെ കിട്ടുന്നില്ല. അതാ മാർക്കറ്റിൽ അവനെ കാണുന്നില്ല. കൂട്ടുകാരന്റെ മുമ്പിൽ അവനെത്തുന്നില്ല. ബന്ധുജനങ്ങളുടെ മുമ്പിൽ അവനെത്തുന്നില്ല. അവനെന്താ 10 ലക്ഷത്തിന്റെ കടമുണ്ടോ? അവനെന്താ മാരകമായ രോഗമുണ്ടോ? ഒന്നുമല്ല. എന്റെ ഭാര്യ പ്രസവിച്ചതൊരു പെണ്ണാണെന്നുള്ള വിഷമമാണ്. എന്താണ് അവൻ ചിന്തിക്കുന്നത്? എന്താണ് നിന്റെ ഉപ്പ ചിന്തിക്കുന്നത്? അതാ നിന്യനായി ആ പെൺകുട്ടിയുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്ത് ജീവിക്കണോ, അതോ ആ മോളെ പിഞ്ചുമകളെ മണ്ണിനടിയിൽ ജീവനോടെ കുഴിച്ചിടണോ എന്ന കൺഫ്യൂഷനാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം വളഞ്ഞു പുളഞ്ഞ് പാമ്പിനെ പോലെ ഒഴുകുന്ന മരുഭൂമിയിൽ നിന്നുകൊണ്ട് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യകുലത്തിനോട് വിളിച്ചു പറഞ്ഞു,
പ്രായപൂർത്തിയായ മകളും ആ മകളുടെ പിതാവും ഒരു ബെഡിൽ സഹശയനം നടത്താൻ പാടില്ല. പ്രായപൂർത്തിയായ മകനും ആ മകന്റെ പ്രിയപ്പെട്ട മാതാവും ഒരേ ബെഡിൽ സഹശയനം നടത്താൻ പാടില്ല എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാര് പേരിട്ട് വിളിച്ചിരുന്ന സന്ധ്യയിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് മനുഷ്യനെ പ്രമേയമാക്കിയ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവകുലത്തിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തിയ ആളുകൾ പറഞ്ഞു, കണ്ടോ കണ്ടോ, ഇസ്ലാമിന്റെ സങ്കുചിതമായ മനോഭാവത്തിന്റെ തെളിവാണ്. ആ ആളുകൾ ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം പറഞ്ഞപ്പോൾ മനുഷ്യനെ ഇസ്ലാമിനെ നോക്കി കൊഞ്ഞാനം കുത്തിയെങ്കിൽ ഇന്നെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രദ്വാര നാം കണ്ടുകൊണ്ടിരിക്കുന്ന നുറുങ്ങുകൾ ഇത്തരത്തിലുള്ള ഭീതിജനകമായ വാർത്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മകളെ പിതാവിന്റെ അടുക്കലാക്കിയിട്ട് വിദൂരത്തേക്ക് പോകാൻ മടിക്കുന്ന പ്രിയപ്പെട്ട മാതാക്കളുടെ കാലമാണ്. വാപ്പയുടെ അടുക്കൽ പ്രിയപ്പെട്ട മകളെ തനിച്ചാക്കി സുരക്ഷിതമായ കരങ്ങളിലാണ് ഞാൻ എൻ്റെ മകളെ ഏൽപ്പിച്ചത് എന്ന സുന്ദരമായ ബോധത്തോടുകൂടി എവിടെയെങ്കിലും പോകാൻ മടിക്കുന്ന മാതാക്കളുടെ കാലമാണ്. ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങൾ നാം എടുത്തു നോക്കിയാലും രോഗം വരുന്നതിനു മുമ്പേ പ്രതിരോധ പ്രവർത്തനങ്ങളെ നിർദ്ദേശിക്കുകയാണ് ഇസ്ലാം. രോഗം വന്നിട്ട് അല്ല മരുന്ന് അന്വേഷിക്കുന്നത്. മാനവന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ഇസ്ലാം നിയമങ്ങൾ പറയുന്നു. ഒരുപക്ഷെ പറയുമ്പോൾ മനുഷ്യരത് മനസ്സിലാകുന്നില്ല. എന്നാൽ അനുഭവത്തിന്റെ തീച്ചൂളകളിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യൻ കയ്പിനൂര് കുടിക്കുകയാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധമാണ് അസുഖം ഉണ്ടായതിനു ശേഷം മരുന്ന് അന്വേഷിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് നാം പറയും പ്രകാരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങളെ മുൻകൂട്ടി കൊണ്ടുകൊണ്ട് നിർദ്ദേശിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളോടൊന്ന് ഞാൻ പറയട്ടെയോ, ഒരു സഹോദരന്റെ സംഭാഷണമാ, സ്നേഹം മാത്രം, സ്നേഹിക്കാൻ മാത്രം, നല്ലത് മാത്രം അറിയാവുന്ന ഒരു സഹോദരന്റെ അതാ ആത്മാർത്ഥയുള്ള സംസാരങ്ങളായി നിങ്ങൾ കണക്കാക്കണേ. ഇസ്ലാം നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവൾ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവൾ സംസാരിക്കേണ്ട രീതിയെ കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. അന്യപുരുഷന്റെ മുമ്പിലേക്ക് നിന്റെ ശരീരത്തിന്റെ ലാവണ്യങ്ങളെ വെളിവാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ നീ മാറ്റണമെന്ന് പഠിപ്പിച്ച് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ നിനക്ക് നിർദ്ദേശിക്കുമ്പോ ഒരു വേളയിൽ ക്യാമ്പസിന്റെ അകത്ത് ചെന്ന് ന്യൂ ജനറേഷൻ പിള്ളേരുമായി കൂടുമ്പോ നീ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെ പഴഞ്ചനായി ജീർണിച്ചതായി നിനക്ക് തോന്നുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി, ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ ഓമന പേരിട്ട് വിളിച്ചിരുന്നൊരു സമൂഹത്തിൽ അജ്ഞതയുടെയും അന്ധതയുടെയും അനീതിയുടെയും അനാചാരത്തിന്റെയും നടുക്കടലിൽ ആണ്ടുപോയൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളിത്യത്തിന്റെ, അനുകമ്പയുടെ സുന്ദരമായ ആശയങ്ങൾ മാനവന്റെ മനതലങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ നായകൻ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ജനിച്ചു വീഴാൻ പോലും നിനക്ക് അവകാശമില്ലായിരുന്നു. ഇന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെ നീ ജീർണിച്ചതാണെന്ന് പറയുന്നു. എനിക്ക് പറഞ്ഞല്ലോ ഖുറാൻ തൊടാൻ പാടില്ല. ഞാനും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ഒരു മതത്തിൽ ഞാൻ ഖുറാൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ഞാൻ ഖുറാൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ഞാൻ ഖുറാൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ.
എന്നൊരു അവരുടെ വിശ്വാസം എന്ന് കരുതി അവരുടെ വിശ്വാസത്തിൽ ഞാൻ കയറുന്നില്ല. പക്ഷെ ഖുറാൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുറാൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ്. പക്ഷെ ഖുറാൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുറാൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ്. പക്ഷെ ഖുറാൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുറാൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ്. ഞാൻ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ആ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ പറഞ്ഞതും എന്റെ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞതും ഈ മതത്തിലുള്ള ആളുകളും എന്നോട് പറഞ്ഞത് ഖുറാൻ തൊടാൻ പാടില്ല ആ സമയത്ത്. കോഴിക്കോടുള്ള ഒരു ക്യാമ്പസിൽ അതാ ഒരു ചാനലുകാരൻ അതാ സ്ത്രീകൾ മറച്ചു വെക്കേണ്ട രഹസ്യമാക്കി വെക്കേണ്ട ഹൈളിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നവളാ, ഇസ്ലാമിന്റെ സ്വഭാവങ്ങളെ ഞാൻ വെറുക്കുന്നുവെന്ന് ഒരു മുസ്ലിം ഉമ്മയുടെയും മുസ്ലിം വാപ്പയുടെയും മകള് പറഞ്ഞതെങ്കിൽ പ്രിയമുള്ള സഹോദരി, നീ ജനിച്ചു വീഴാൻ ഇവിടെ അവകാശം വാങ്ങിത്തന്നതാരാണ്? നീ വിമർശിക്കുന്ന ഇസ്ലാമാണ്, നീ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നേതാവാണ് സ്ത്രീ വിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറേബ്യയിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ 40ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ പുറത്തേക്ക് കാണിക്കുമ്പോൾ ചുറ്റുപാടുകളും നോക്കുന്ന സന്ദർഭത്തില് എന്റെ സഹോദരി, ഒരു കുഴിയുടെ അടുത്താണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്നതെങ്കിൽ ഒരു കമ്പ് കൊണ്ട് നിന്നെ ആ കുഴിയിലേക്ക് തോണ്ടിയിടുമായിരുന്നു. ലിംഗനിർണയം നടത്തി പെണ്ണാണെങ്കിൽ ഈ ലോകത്ത് ജനിച്ചു വീഴാൻ അവകാശം നിഷേധിച്ചൊരു കാലഘട്ടത്തില് ആ ക്രൂരരായ ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് മാനുഷാത പറയാൻ നീ ഇന്ന് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഇസ്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ അത് പ്രഖ്യാപിക്കുകയാ. സൂറത്തുൻ നഹ്ലിൽ 58, 59ാമത്തെ സൂക്തം നീ ഒന്ന് വായിച്ചു നോക്കൂ. ഇത് കെട്ടുകഥയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ കിപ്പുകളല്ല. ലോകത്ത് അതാ അത്യാധുനികമായ ശാസ്ത്രീയ തത്വങ്ങളെ, മാനുഷിക മൂല്യങ്ങളെ വിളമ്പിത്തുന്ന പരിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഒരു പെണ്ണ് പിറന്നു എന്ന് ആ വാപ്പമാർക്ക് വാർത്ത അറിയിക്കപ്പെട്ടാൽ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം, അവരുടെ മുഖം അതാ കോപാകുലനാകുന്നു, മുഖം വിവർണമാകുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ലജ്ജാഭാരത്താൽ അവർ ജനങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറുന്നു. കൂട്ടുകാരന്റെ അടുക്കൽ പോകുന്നില്ല, കഅബാലയത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് സൊറയടിക്കാൻ അവനെ കിട്ടുന്നില്ല. അതാ മാർക്കറ്റിൽ അവനെ കാണുന്നില്ല, കൂട്ടുകാരന്റെ മുമ്പിൽ അവനെത്തുന്നില്ല, ബന്ധുജനങ്ങളുടെ മുമ്പിൽ അവനെത്തുന്നില്ല. അവനെന്താ 10 ലക്ഷത്തിന്റെ കടമുണ്ടോ? അവനെന്താ മാരകമായ രോഗമുണ്ടോ? ഒന്നുമല്ല, എന്റെ ഭാര്യ പ്രസവിച്ചതൊരു പെണ്ണാണെന്നുള്ള വിഷമമാണ്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. എന്താണ് അവൻ ചിന്തിക്കുന്നത്? എന്താണ് നിന്റെ ഉപ്പ ചിന്തിക്കുന്നത്? അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അതാ നിന്യനായി ആ പെൺകുട്ടിയുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്ത് ജീവിക്കണോ, അതോ ആ മോളെ പിഞ്ചുമകളെ മണ്ണിനടിയിൽ ജീവനോടെ കുഴിച്ചിടണോ എന്ന കൺഫ്യൂഷനാണ്. ഇത് അറേബ്യയിൽ നടന്ന ഒരു വിഷയം മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പെണ്ണിനെ ലൈംഗിക ആസ്വാദനത്തിന്റെ ഒരു ഉപകരണങ്ങളാക്കി മാത്രം കണ്ട് അതിനുശേഷം അവളെ അതാ കുടിച്ചു മൂടുന്നൊരവസ്ഥയിലേക്ക് മാറ്റി. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഞാനും നിങ്ങളും പറയുന്ന ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്ന നാടെന്ന് നമ്മളെല്ലാവരും പരസ്യത്തിൽ വായിക്കും.
പോലെ സുന്ദര സുഗരമായ കേരളത്തില് ചങ്ങമ്പുഴ പാടിയതെന്താ? നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ. പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ നിസ്സംശയം ലോകം എപ്പോഴേ സ്വർഗമായിരുന്നേനെ എന്ന്. അഹങ്കരിക്കുന്ന പെണ്ണെ, നീ ഇല്ലാത്ത സ്വർഗത്തെയാണ് ചങ്ങമ്പുഴ വിഭാവനം ചെയ്യുന്നതെങ്കിൽ നീ അങ്ങനെ കൊല്ലേണ്ടവളല്ല, നീ അങ്ങനെ ഇല്ലാതാക്കേണ്ടവളല്ല, നിന്നെ സമൂഹത്തിലെ 2ാം നമ്പരാക്കേണ്ടവളല്ല. നീ സമൂഹത്തിൽ 1ാം നമ്പരായി ഏറ്റവും വിലപിടിപ്പുള്ള സംരക്ഷണ വസ്തുവാക്കി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം പറയട്ടെ. 2 പെൺമക്കളുമായി ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു മാതാവ് കടന്നു വരുന്നു. പരാതി എന്താ? ആയിഷ ഉമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു, ഇവിടെ വല്ല ഭക്ഷണവുമുണ്ടോ എന്ന്. ലോകത്തിന്റെ പ്രവാചകന്റെ കുടിലിലേക്ക് കടന്നു വന്നൊരു മാതാവ് ഭക്ഷണം ചോദിക്കുമ്പോ ആ ഉമ്മാക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ആകപ്പാടെയുള്ള 3 കാരക്കയാണെങ്കിൽ ഓ കാരക്ക എടുത്തിട്ട് വിശക്കുന്ന 2 പെൺമക്കൾക്ക് വായിൽ വെച്ചു കൊടുത്ത് അതിലൊരെണ്ണം തന്റെ വായിലേക്ക് എടുക്കുന്ന സമയത്ത് മക്കൾക്ക് കിട്ടിയ കാരക്ക പെട്ടെന്ന് വിശപ്പ് കൊണ്ട് തിന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാതാ തന്റെ ഒരു ജാൻ വയറിന് വേണ്ടി ഒരു കാരക്ക എടുത്ത് വായിലേക്ക് എടുക്കുമ്പോ ആ ഉമ്മാടെ വസ്ത്രത്തിന്റെ കോന്തല പിടിച്ച് കരയുകയാ. വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത പിഞ്ചോമനയുടെ മുഖം കണ്ടുകൊണ്ട് ആ മാതാവിന്റെ വിശപ്പടക്കാൻ ആകെയുള്ള കാരക്ക എടുക്കാതെ ആ കാരക്ക 2 കീറാക്കി കൊടുത്തിട്ട് മക്കളുടെ വായിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ ആയിഷ ഉമ്മയുടെ ഭാഷയിൽ പറയട്ടെ, ഫഅജബനി ശഅനുഹാ ഫദകർതുല്ലദീ സനഅതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മാതാവിന്റെയും മക്കളുടെയും കാര്യം എന്നിൽ വളരെ അത്ഭുതമുണ്ടാക്കി. 2 പെൺമക്കൾക്കാ ഭക്ഷണം കൊടുത്തത്, തന്റെ വിശപ്പ് മറന്നിട്ടാ കൊടുത്തത്. ആയിഷ ഉമ്മ കണ്ട ലോകമെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പെൺകുട്ടി ജനിക്കപ്പെട്ടാൽ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമൂഹമാ. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഇസ്ലാമിന്റെ ആശ്ലേഷണത്തിന് ശേഷം സഹാബാക്കൾ വന്നു പരാതി പറയുന്നു, ഓ നബിയേ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ലോകത്താരും ചെയ്യാത്ത പണി ഞാൻ ചെയ്തു പോയി നബിയേ. എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്കൊരു മകനുണ്ടാകണം, ഒരു മകളുണ്ടാകണം. അങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിക്കുന്നതെല്ലാം പെൺകുഞ്ഞായി മാറി. ഓരോന്നിനെയും ഞങ്ങൾ ജീവനോടെ കുടിച്ചു കുട്ടികൊണ്ടിരുന്നു, കൊന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ബിസിനസ് ആവശ്യാർത്ഥം എന്റെ വീട്ടിൽ നിന്നൽപ്പം മാറിയപ്പോ പൂർണ്ണ ഗർഭിണിയായ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഞാനില്ലാത്ത സമയത്തൊരു കുഞ്ഞിന് ജന്മം നൽകി. ഒരു കുഞ്ഞിനെ വളർത്താൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മിഞ്ഞയിലേക്ക് പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞിന്റെ ചുണ്ട് ചേർത്ത് വെച്ച് അമ്മിഞ്ഞ ചുരത്തി കൊടുക്കാൻ ഏതൊരു മാതാവാണ് ആഗ്രഹിക്കാത്തത്? 9 മാസം തഥാ സഹനങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് നടന്നു കാണാൻ, ആ കുഞ്ഞിളം ചുണ്ടുകളിൽ നിന്ന് ഉമ്മാന്നൊന്ന് വിളി കേൾക്കാൻ, ആ കുഞ്ഞിളം കൈപിടിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, ആ പൊന്നുമോളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ, ആ കുഞ്ചിക്കുഴയുന്ന സംസാരം ഒന്ന് കേൾക്കാൻ ഏതൊരു മാതാവാണ് ആഗ്രഹിക്കാത്തത് നബിയേ? ഞാനില്ലാത്ത സമയം നോക്കി എന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങ് പ്രസവിച്ചപ്പോ ആ പ്രസവിച്ച കുഞ്ഞുമങ്ങ് പെണ്ണായി പോയപ്പോ അതാ രഹസ്യമായി വീട്ടിന്റെ ഉള്ളിന്റെ അരമനയിൽ വളർത്തുകയാണ്. ഞാൻ ബിസിനസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഭാര്യ, നിന്റെ ഗർഭം എന്തായി? അപ്പോൾ പറഞ്ഞു, പഴയതുപോലെ പെണ്ണായിരുന്നു, ഞാൻ അതിനെ കുടിച്ചു മൂടി എന്ന് കള്ളം പറഞ്ഞു. പക്ഷേ എന്നെ മറച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഭാര്യ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വളർത്തുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ അമ്മിഞ്ഞ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. കാലങ്ങൾ കുറെ പോയപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട മകള് സംസാരിക്കാറായത്. വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിന്റെ സംസാരം ഞാൻ കേൾക്കുമ്പോൾ, ആരുടെ സംസാരമാണെന്ന് അന്വേഷിക്കുമ്പോൾ എന്റെ ഭാര്യ എന്നോട് സത്യം തുറന്നു പറഞ്ഞു,
അതിനെ കൊല്ലാനുള്ള ആവേശത്തോടെ ഞാൻ അടുത്തു ചെല്ലപ്പോഴാണ് വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത പിഞ്ചോമനയുടെ പവിത്രമായ മുഖം നോക്കിയപ്പോ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല നബിയേ. എന്റെ പൊന്നുമോളെ രഹസ്യമായി വളർത്താൻ ഞാൻ സമ്മതം കൊടുത്തു. പക്ഷേ എന്റെ അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടായി. എന്റെ സുഹൃത്തുക്കൾ എന്നോട് പെൺകുഞ്ഞിന്റെ പിതാവാണോ എന്ന് കളിയാക്കാൻ തുടങ്ങി. എന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു. ഞാനങ്ങനെ ഒരു ദിവസം എന്റെ ഭാര്യയോട് പറഞ്ഞു, മകളെ നല്ലതുപോലെ കുളിപ്പിച്ച് നല്ല പുതിയ വസ്ത്രം ധരിപ്പിച്ച് എന്റെ കൂടെ വിടണം. ദൂരെയുള്ള മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പോയിട്ട് ഈ ഈന്തപ്പനയുടെ തൈ നടാനാ. പ്രകൃതിയുടെ വികൃതികൾ കണ്ടിട്ടില്ലാത്ത, ഈ പ്രകൃതിയുടെ വിശാലതകൾ നേരിട്ട് മനസ്സിലാക്കാത്ത, പറന്നു പോകുന്ന പറവയോട് കിന്നാരം പറയുന്ന പ്രായത്തിൽ എന്റെ പ്രിയമുള്ള പൊന്നുമോളുടെ ഇളം കൈ പിടിച്ചുകൊണ്ട് അവൾക്ക് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ പിടിച്ച് എന്റെ പൊന്നുമോൾ എന്നോടൊപ്പം വരുമ്പോ ആരാരുമില്ലാത്ത സ്ഥലത്ത് എത്തിയപ്പോ എന്റെ കയ്യിലിരുന്ന പിക്കാസ് കൊണ്ട് ഞാൻ കുഴികൾ കുഴിച്ചപ്പോ ആ കുഴിക്കുന്ന സമയത്തതാ എന്റെ ധാടിയിൽ കുറച്ച് മണ്ണ് തെറിച്ച് വീണപ്പോ അതാ സ്നേഹത്തോടെ എന്റെ പൊന്നുമോൾ എന്റെ ധാടിയിൽ പറ്റിപ്പിടിച്ച മണ്ണുകൾ തടകിത്തരുന്നു നബിയേ. മരുഭൂമിയിലേക്ക് കൈ ചൂണ്ടിയിട്ട് എന്റെ പൊന്നുമോളുടെ സംശയങ്ങള് എത്രയാ ഞാൻ അവളുമായി സംസാരിച്ചത്. അവൾക്ക് വല്ലാത്ത സന്തോഷം അവൾ അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് മനസ്സിലാക്കി നബിയേ. അവസാനം കുഴിയങ്ങ് തീർന്നപ്പോ അവളോട് ഞാൻ പറഞ്ഞു, ഈ കുഴിയിൽ ഇറങ്ങിയിട്ട് ഈന്തപ്പനയുടെ തൈ എന്റെ പൊന്നുമോള് നടണമെന്ന് പറയുന്ന സമയത്ത് എന്റെ പൊന്നുമോളതാ സർവസുരക്ഷിതത്വ ബോധത്തോടുകൂടി ആ കുഴിയിൽ ഇറങ്ങിയപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന പിക്കാസ് വെച്ച് എന്റെ പൊന്നുമോളുടെ തല ഞാൻ അടിച്ചു തകർത്തു നബിയേ. രക്തം ചീന്തി നബിയേ. പിടയുന്ന എന്റെ പൊന്നുമോളുടെ ശരീരത്തേക്ക് എന്റെ ഈ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ടു നബിയേ. എന്തിനാണ് ഉപ്പാ എന്നെ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ പൊന്നുമോളുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഞാനതാ ഏതോ വലിയ നല്ല കാര്യം ചെയ്ത് എന്ന അഭിമാനത്തോടുകൂടി അതാ വീട്ടിലേക്ക് വന്നു നബിയേ. ഇതായിരുന്നു ആയിഷ ഉമ്മയുടെ ഓർമ്മയിലുള്ള മനുഷ്യന്റെ സ്വഭാവങ്ങളെങ്കിൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവിന്റെ വിശപ്പ് മാറ്റി മക്കൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ ആരാണ് അത്ഭുതപ്പെടാത്തത്? പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രണ്ട് പെൺമക്കളുമായി ഒരു ഉമ്മ വന്നിട്ട് ഭക്ഷണം കൊടുത്തപ്പോ ആ ഉമ്മയുടെ ഭക്ഷണവും കൂടി അവർക്ക് കൊടുത്തത് എന്നിൽ അത്ഭുതമുണ്ടാക്കിയല്ലോ. അപ്പോഴാണ് സ്ത്രീ വിമോചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് മനുഷ്യനെ പ്രമേയമാക്കി ജീവിതം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തിന് പഠിപ്പിച്ച ഹബീബുല്ലാഹ് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നു. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ. ഈ പ്രിയപ്പെട്ട രണ്ടു മക്കൾക്ക് അതാ ഒരു കാരയ്ക്ക് അങ്ങ് കീറി വെച്ച് കൊടുത്തതിന്റെ പേരില്, ആ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ പേരില് എന്റെ പ്രിയമുള്ളവരെ, എരിപൊരിയുന്ന വെയിലത്ത് മരുഭൂമിയിലെ ചൂടിനു താഴെ ചോര നീരാക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഗൾഫിൽ പോകുന്ന സഹോദരങ്ങളില്ലയോ, പ്രവാസി സുഹൃത്തുക്കളില്ലയോ, പാടത്തും പറമ്പത്തും മക്കളെ എന്ന ചിന്തയിൽ കഷ്ടപ്പെടുന്നവരില്ലയോ? എത്രയോ ഓട്ടോറിക്ഷ തൊഴിലാളികളാ, എത്രയോ ടാക്സി തൊഴിലാളികളാ, എത്രയോ മദ്രസ അധ്യാപകരാ. അവരുടെ ലക്ഷ്യം എന്റെ പ്രിയപ്പെട്ട മക്കളാ. എന്റെ പ്രിയപ്പെട്ട മക്കള് നന്നായിരിക്കണം, അവര് നല്ലതുപോലെ പഠിക്കണം, അവരെ കുറിച്ച് ആളുകൾ നല്ലത് പറയണം. ആ കുട്ടിയുടെ വാപ്പ ഞാനാണെന്ന് എനിക്ക് അഭിമാനം കൊള്ളണം. നാളെ അതാ മഹ്ശറ മൈതാനിയിൽ എന്റെ മക്കൾ എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തിൽ കഷ്ടപ്പെട്ട് വളർത്തുന്ന രക്ഷിതാക്കളെ, ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ. അതാ കാരക്ക കീറി അങ്ങ് കൊടുത്തപ്പോഴേക്കും അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നിർബന്ധമാക്കി.
ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു ഹബീബ്. ഇന്ന് നീ ആ ഇസ്ലാമിനെ കൊഞ്ഞാണം കുത്തുമ്പോൾ, ഇന്ന് നീ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ, നിനക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് അതാ കോളേജ് ക്യാമ്പസിൽ നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നീ വിളിച്ചു പറയുമ്പോൾ, പരിശുദ്ധമായ മുസഹഫിനെ, പരിശുദ്ധമായ ഖുർആനിന് കേവലം ഒരു പുസ്തകമാണെന്ന്, പുസ്തകമായിട്ടേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് നീ പറയുമ്പോൾ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോ സ്കിൻ ടൈറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നുപോയി ലെഗിൻസും മസ്കാരയും ധരിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിനെ കൊഞ്ഞാണം കുത്തുമ്പോ ജനിച്ചു വീഴാൻ അവകാശം വാങ്ങിത്തന്ന മുത്ത് ഹബീബ് മദീനയിൽ നിന്ന് കാണുന്നുണ്ടേ. അപ്രപാളികളിൽ തെളിഞ്ഞു വരുന്നതിനേക്കാളും വ്യക്തമായി നിന്റെ ചലന നിശ്ചലനങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ടേ. നീ നോക്ക് സഹോദരി, ഞാൻ ഈ വയത് പറയുന്നത് എന്തിനാ? നിങ്ങൾ ഈ മജ്ലിസിൽ ബഹുമാനികളായ തങ്ങന്മാരുടെ അതാ ദുആക്ക് വന്നതെന്തിനാ? അവരുടെ മുമ്പിൽ അടക്കത്തോടെ അച്ചടക്കത്തോടെ ഇരിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഈ സദസ്സിന് പൈസ കൊടുത്തത് എന്തിനാ? നിങ്ങൾ ഈ റമദാനിൽ നിസ്കരിക്കുന്നത് എന്തിനാ? എല്ലാ രാത്രികളിലും നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ അല്ലാ ഞങ്ങൾക്ക് സ്വർഗം തരണമേ എന്ന് പറയുന്നെങ്കിൽ ഈ വയത് പറയുന്ന എന്റെ സ്വർഗം എവിടെയാ അല്ലാഹു വെച്ചിരിക്കുന്നത്? ഈ സദഖ ചെയ്യുന്ന ആളുകളുടെ സ്വർഗം അല്ലാഹു എവിടെയാ വെച്ചിരിക്കുന്നത്? ഒരു പെണ്ണിന്റെ കാൽക്കീഴിലാണ് നിന്റെ സ്വർഗം എന്ന് പഠിപ്പിക്കുന്നു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതാ ഉമ്മ എന്ന മാതാവിന്റെ ഒരു സ്ത്രീയുടെ കാലിൽ ഓരോ ആളുകളുടെയും സ്വർഗം അതിന്റെ അടിയിൽ സംവിധാനിച്ച് സ്ത്രീ സമൂഹത്തിന് സ്ഥാനം ഇസ്ലാമിൽ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു ഹബീബ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഒരു ഇണയെയും തുണയെയും ഖുർആൻ അതാ പരിചയപ്പെടുത്തുന്നത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. നിന്റെ ഇണയെ നീ ആക്രമിക്കാൻ പാടില്ല, നിന്റെ ഇണയെ നീ വെറുക്കാൻ പാടില്ല, അവളോട് വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ഒരു പ്രേമഗീതങ്ങളിലോ ഒരു മരം ചുറ്റി പ്രേമഗാനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയാത്ത വിധം എൻ്റെ പ്രിയമുള്ളവരെ, ഇണയെയും തുണയെയും പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. ഭാര്യ ഭർത്താവിൻ്റെ വസ്ത്രങ്ങളാണ്, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രങ്ങളാണ്. അത്രയും അഭിമാന സംരക്ഷകരാണ്. എൻ്റെ അഭിമാനം എൻ്റെ വസ്ത്രമാണ് സംരക്ഷിക്കുന്നത്. എൻ്റെ തൊലിയുമായി, എൻ്റെ ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളുമായി, എൻ്റെ ശരീരത്തിൻ്റെ മണവും നിറവും അറിയുന്നത് എൻ്റെ വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രത്തിനോട് നിന്റെ ഇണയെ തുലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ എല്ലാ സാമൂഹിക അവസ്ഥയിലും ഒരു മകളാകുമ്പോൾ, ഒരു മാതാവാകുമ്പോൾ, ഒരു ഭാര്യയാകുമ്പോൾ, ഒരു സഹോദരിയാകുമ്പോൾ സ്ത്രീകൾ ഈ 4 തലങ്ങളിലൂടെയാണ് സമൂഹത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ 4 സന്ദർഭങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ അവകാശം നേടിത്തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊഞ്ഞണം കുത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു, മാനവന്റെ മനതലങ്ങളിലേക്ക് ഹബീബ് ഇട്ടുതരുകയാണ്. ഒരു തരം പെണ്ണുങ്ങളുണ്ട്, എൻ്റെ ഭാര്യ അത്തരം പെണ്ണുങ്ങളിൽപ്പെട്ടവളാണോ എന്ന് ഞാൻ അന്വേഷിക്കണം. എൻ്റെ സഹോദരി അത്തരം പെണ്ണുങ്ങളിൽപ്പെട്ടവളാണോ എന്ന് സഹോദരൻ അന്വേഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മകൾ അത്തരം മോശപ്പെട്ട പെണ്ണാണോ എന്ന് അന്വേഷിക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിനീതന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ, ഹബീബായ നബി തങ്ങൾ ഒരു കൂട്ടം പെണ്ണുങ്ങളെ വിളിച്ചു പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് ലാ യദ്ഖുൽനൽ ജന്ന. വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവറത്ത് പുറത്തുള്ള പെണ്ണുങ്ങൾ, ചാഞ്ഞും ചരിഞ്ഞും
അതാ ആണുങ്ങളെ ആകർഷിക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങളെ ആകർഷിക്കുന്നു, അവർ ആകർഷിപ്പിക്കുന്നു. അത്തരം സഹോദരിയാണോ നിന്റെ സഹോദരി? അത്തരം ഭാര്യയാണോ നിന്റെ ഭാര്യ? അത്തരം മാതാവാണോ നിന്റെ മാതാവ്? അത്തരം ഇണയാണോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചോ. സ്വർഗത്തിന്റെ മണം പോലും ഇല്ല. വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമണ ഇല്ല എന്ന് മാത്രമല്ല, വരീഹുഹാ യുജ്ദു മിൻ മസീറത്തി 500 ആം, 500 കൊല്ലത്തെ വഴിദൂരം വീശിയടിക്കുന്ന സുന്ദരമായ സ്വർഗം. ആ സ്വർഗത്തിന്റെ പരിമണം ലഭിക്കാത്ത പെണ്ണാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. പുറത്തുള്ള മണ്ണും ചരലുമിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. കിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട എന്ന് പറയപ്പെട്ട സ്വർഗം. ആ സ്വർഗത്തിന്റെ മണം പോലും നമ്മുടെ സഹോദരിക്ക് കിട്ടാത്ത വിധമുള്ള സ്വഭാവമാണോ? സഹോദരങ്ങളെ, അത്തരത്തിൽ നമ്മുടെ സഹോദരിമാരാകാതെ ദീനിന്റെ നല്ല നടപ്പിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, ഇസ്ലാം പറഞ്ഞ രീതിയിൽ നടക്കാത്തതിന്റെ പേരിൽ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ. ഞാനിവിടെ ഒരു വാർത്താ ക്ലിപ്പ് വായിക്കുകയാണ്. 2015 ജനുവരി 29 വ്യാഴാഴ്ച പുറത്തിറങ്ങിയ പ്രമുഖമായൊരു പത്രത്തിൽ കൊച്ചിയിലെ പ്രത്യേകമായ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിലെ 15ഓളം വനിതാ തൊഴിലാളികൾ അവർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ SIയുടെ ക്യാബിനിൽ പോയി പറഞ്ഞ ഒരു പരാതിയാണ് ഞാനിവിടെ വായിക്കുന്നത്. അല്ലാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ഈ സ്ത്രീകളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചതെന്ന് അല്ലാഹു അവർക്ക് വേണ്ടുന്ന വസ്ത്രം ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇസ്ലാം അന്നു മുതൽ ഇന്ന് വരെ പറയുന്നതാണ്. പക്ഷേ മനുഷ്യന്മാർ കാലങ്ങൾക്കനുസരിച്ച് അവരുടെ നിയമങ്ങളും അവരുടെ ചിട്ടവട്ടങ്ങളും അവരുടെ വസ്ത്രത്തിന്റെ രീതികളും മാറ്റി മാറ്റി വന്നപ്പോൾ 15ഓളം സ്ത്രീ തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിൽ പോയി അഭയം തേടിക്കൊണ്ട് പറയുന്ന, ആരെയും ഞെട്ടിക്കുന്ന വാർത്ത എൻ്റെ പ്രിയമുള്ളവരെ അറിയണേ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സ്കിൻ ടൈറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ കവലകളിലേക്ക് പോകുമ്പോ, നിങ്ങളുടെ തൊഴിൽ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ സർവമതത്തിലെ സ്ത്രീകളും ചിന്തിക്കണേ. ഇസ്ലാം ഈ പെണ്ണുങ്ങൾക്ക് പറഞ്ഞൊരു ഒരു വസ്ത്രമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കപ്പുറം മാതൃഭൂമിയിൽ വസ്ത്രവിപ്ലവം തുടങ്ങട്ടെ എന്ന് പറയുന്ന അതാ മലപ്പുറം ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നൊരു ഡോക്ടർ എഴുതിയ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പർദ്ദ ധരിച്ചാൽ അങ്ങനെ ധരിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വ ബോധത്തെ കുറിച്ച് ഒരു മുസ്ലിമായ ഡോക്ടർ വിവരിക്കുമ്പോൾ പരിശുദ്ധമായ മതം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ തത്വങ്ങളെ ആധുനിക മനുഷ്യൻ യുക്തിഭദ്രമായി എടുത്തുദ്ധരിക്കുമ്പോൾ അതിൽ നിന്നും മാറി സഞ്ചരിച്ച, അതിൽ നിന്നും മാറി ചിന്തിച്ച പെണ്ണുങ്ങൾക്കുണ്ടായ തിക്തഫലമാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി ഞങ്ങളുടെ സ്ഥാപനത്തിലെ ശുചിമുറിയിൽ സാനിറ്ററി നാപ്കിൻ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതുമൂലം, എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ, മനുഷ്യന്റെ ബോഡി വേസ്റ്റുകൾ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് കളയുന്ന ഒരു സംവിധാനം. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ശുചിമുറിയിൽ ആ സാനിറ്ററി നാപ്കിൻ ഉപേക്ഷിച്ച നിലയിൽ കണ്ടപ്പോ ആരാണ് മെൻസസ് ആയി വന്നത്, പീരിയഡ് ആയി വന്നത് എന്നറിയാൻ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം ഒരു തൊഴിലാളി ഞങ്ങളുടെ എല്ലാം വസ്ത്രം ഊരിക്കാണിക്കാൻ പറഞ്ഞു. സ്ത്രീകൾ അവർ തന്നെ എഴുതി കൊടുക്കുന്ന പരാതിയാണ്. അതിന് തയ്യാറില്ലാത്തവർ ഇവിടെ ജോലി ചെയ്യണ്ടെന്നും പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം വിഷമത്തോടെയാണെങ്കിലും ഞങ്ങളെല്ലാം അതിന് തയ്യാറായി.
എതിർത്തവരെ കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകളിലൂടെ അധിക്ഷേപിച്ചു. ഇപ്പോ ജോലിയിൽ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഈ കാര്യം പറഞ്ഞു മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് സാർ ഇടപെട്ട് ഞങ്ങളുടെ മാനസികമായ വിഷമം ഒന്ന് പരിഹരിച്ചു തരണമെന്ന് ഈ സ്ത്രീകൾ കേവലം ഒരു പോലീസ് സ്റ്റേഷനിൽ SIയുടെ ക്യാബിൽ പോയി പരാതി പറയുന്ന തലങ്ങളിലേക്ക് മാറേണ്ടി വന്നത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ സംവിധാനങ്ങൾ, അവർ ജോലി ചെയ്യേണ്ട രൂപങ്ങൾ, അവർ പുറത്തു പോകുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അംസാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. സ്ത്രീകൾ അവരുടെ കണ്ണുകൾ ചുമട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കട്ടെ, അവരുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കട്ടെ. വൽയദ്രിബന ബിഖുമൂരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. മനുഷ്യനെ ഡിസൈൻ ചെയ്ത അല്ലാഹു തന്നെ, സ്ത്രീവർഗത്തെ സൃഷ്ടിച്ച റബ്ബ് തന്നെ അവർ ധരിക്കേണ്ട വസ്ത്രം ഡിസൈൻ ചെയ്തു പറയുമ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ഡൽഹി ഉണ്ടായത്, ഡൽഹി സംഭവിച്ചത്. പഞ്ചാബിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള വണ്ടിയിൽ, ഓടുന്ന വണ്ടിയിൽ പ്രിയപ്പെട്ട മാതാവിന്റെ കൺമുമ്പിൽ വെച്ച എത്രയോ സഹയാത്രികൾ ആ വാഹനത്തിലുണ്ടെങ്കിൽ പോലും ആ ബസ്സിലെ ജീവനക്കാര് പീഡനത്തിന് തയ്യാറായി, ബലാത്സംഗം ചെയ്യാൻ തയ്യാറായി. അതിന് സമ്മതിക്കാത്തപ്പോ ഓടുന്ന വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ട് എറിഞ്ഞു കൊന്നുകളഞ്ഞില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സ്ത്രീവർഗത്തിനോട്, ആ സ്ത്രീവർഗം ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഇസ്ലാം പറഞ്ഞ രീതി അതാ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ കുടുംബങ്ങൾ താറുമാറാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിൽ ഒരു അനുഭവം ഒരു സഹോദരൻ വന്ന് പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് അതാ അന്യ പുരുഷനെ തന്റെ ബെഡ്റൂമിലേക്ക് ഒരു വിരിപ്പിൽ സഹശയനം നടത്താൻ ക്ഷണിക്കുന്നു. ഭർത്താവ് ഗൾഫിലോ മറ്റോ എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ്. ആ അവസരത്തിൽ എന്റെ പ്രിയമുള്ളവരെ, അന്യപുരുഷനെ ബെഡിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് റൂമിലേക്ക് വന്ന് അതാ ഭാര്യക്കും മക്കൾക്കും പൈസ അയച്ചു കൊടുത്ത് ബാങ്കിലോ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലങ്ങളിലോ മറ്റോ പോയി പൈസ പ്രിയപ്പെട്ട ഭർത്താവ് കൊടുത്തു വിടുമ്പോ അത് ചില്ലറകളാക്കി മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് നടത്തിയിട്ട് അന്യപുരുഷനെ തന്റെ ബെഡിലേക്ക് ക്ഷണിക്കുന്ന പെണ്ണ് രാത്രിയിൽ അതാ ഏറെ ക്ഷീണിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്ന തീജ്വാലയുടെ താഴെ വിശാലമായ മരുഭൂമിയിൽ അതാ പണിയെടുത്തുകൊണ്ട് ചോര നീരാക്കി അധ്വാനിച്ചിട്ട് അല്പം വിശ്രമിക്കുന്ന വേളയിൽ സെൽഫോൺ എടുത്ത് വീട്ടിലേക്ക് ഭാര്യ വിളിക്കുമ്പോൾ ഭാര്യ മറ്റൊരുത്തനുമായി സഹശയനത്തിലാണ്. അതാ കൂടെ കിടക്കുന്ന കാമുകന്റെ വാപുത്തി പിടിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് വളരെ മാന്യമായി അവള് സംസാരിക്കുന്നു. വഞ്ചനയല്ലയോ? പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഅതു ഔറ ഫഇദാ ഖറജത് ഇസ്തശ്റബഹ ശൈത്താൻ. പെണ്ണ് ഔറത്താൻ, അവൾ ഇറങ്ങി പുറപ്പെട്ടാൽ പിശാച് എല്ലാം ഭംഗിയാക്കി കൊടുക്കും. ഈ ഭംഗിയാക്കി കാണിക്കുമ്പോ ഭർത്താവിന്റെ ആത്മാർത്ഥത മറന്നുപോകും. ഉപ്പമാര് ഉണ്ടാക്കിയ അഭിമാനമങ്ങ് മറന്നുപോകും. തന്നോളം എത്തിയ പ്രിയപ്പെട്ട മക്കളെ മറന്നുപോകും. എന്നിട്ടതാ ഏതെങ്കിലും ഒരുത്തനുമായി ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കും. പ്രിയമുള്ളവരെ, ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന കാമുകൻ ചിന്തിക്കുകയാണ്, എന്നെ പോലൊരുത്തനല്ലേ
അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവനെ ഇവള് വഞ്ചിക്കുകയല്ലേ? എന്നിട്ട് വന്ന് കൂട്ടുകാരനോട് ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ? സഹോദരങ്ങളെ, പല വീടുകളിലും പല വിഷയങ്ങളിലും ഉണ്ടാകുമ്പോ പലരും പുറത്തു പറയാൻ പറ്റാത്ത വിധം അവരുടെ ഉള്ളിൽ ആ വിഷമങ്ങൾ ഒതുക്കുന്ന ഇത്തരം വൃത്തികെട്ട സാഹചര്യങ്ങൾ ഉണ്ടായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ ആ സ്ത്രീവർഗത്തിനും പുരുഷവർഗത്തിനും ഇടപെടേണ്ട പരിധികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരനെ കാണാൻ എന്റെ ഭാര്യയ്ക്ക് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്റെ അനിയനുമായി ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇസ്ലാമിൽ എന്റെ ഭാര്യയ്ക്ക് നിയമമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു, വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതാ കൊലപാതകങ്ങളിലേക്കും വെറുപ്പിലേക്കും പരസ്പരം അടിച്ചു കീറുന്നതിലേക്കും ഇതെത്തിക്കുമ്പോൾ ഇസ്ലാം പറയുന്ന തലത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ സഹോദരിമാരെ. ജസദന്യ പുരുഷനിലേക്ക് വെളിവാക്കുന്ന സ്ത്രീകൾക്ക് ശിക്ഷ ജഹന്നമിൽ വലുതെന്ന ഞുറുക്കുന്നതാ മാംസങ്ങളും അംലാക്ക് ചൂടുള്ള കത്രിക കൊണ്ടുമാണെന്നോർക്ക്. ദുർറത്ത് എന്ന കിതാബിലുണ്ടത് സോദരി, അറിവില്ലെങ്കിൽ കേട്ട് തൗബ ചെയ്തിരി. ഖബറിൽ കിടക്കും നമ്മളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണീ മാംസമെല്ലാം പെങ്ങളെ. ചിന്തിച്ചു നോക്ക് സഹോദരി, ഹക്കല്ലയോ? ദൈനംദിനം നടക്കുന്നത് അതിലേക്കല്ലയോ? ബെഡൊന്നുമില്ല, വിരിച്ചതും മണ്ണല്ലയോ? മേക്കപ്പിനും ആളില്ലതോർക്കുന്നില്ലയോ? പുഷ്പം അണിഞ്ഞതിലൊക്കെയും നിറഞ്ഞില്ലയോ? ചിതലും പുഴുക്കളും വന്നതിൽ മേഞ്ഞില്ലയോ? തൊലി ചീഞ്ഞു എല്ലുകളൊക്കെയും ദ്രവിച്ചില്ലയോ? ചിരിക്കുന്ന പല്ലിനു കല്ലും ഇതു തന്നല്ലയോ? വളയിട്ടു ബഹുമാനിച്ചതക്കയ്യല്ലയോ? മാംസങ്ങളൊക്കെ അടർന്നതത്ഭുതമല്ലയോ? റുമ്മാമ്പഴം രണ്ടെണ്ണവും ചീഞ്ഞില്ലയോ? ചിതലിന്റെ സംഘം നിന്നതിൽ പൊതിഞ്ഞില്ലയോ? ഇതുപോലെ നിരവധി യുവതികൾ മരിച്ചില്ലയോ? ഓർത്തിട്ട് എന്താ കൽബ് ഞെട്ടുന്നില്ലയോ? സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ലൈക്കുകൾ എത്ര കിട്ടിയെന്ന് നോക്കുന്ന പ്രിയമുള്ള സഹോദരി, ഇതേപോലെ പല താരസുന്ദരികളും ഈ ലോകത്ത് കഴിഞ്ഞുപോയി. അവരുടെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞ് ആർക്കും വേണ്ടാത്തവരായി പോയി. പലരും രോഗത്തിനടിമയായി, ആരും ഗൗനിക്കാതെ ആയിപ്പോയി. പല പെണ്ണുങ്ങളും ഖബറിലായി പോയി. ഓർത്തിട്ട് എന്താ കൽബ് ഞെട്ടുന്നില്ലയോ? ഈ ചിന്തയിൽ ബി ഫാത്തിമ കരഞ്ഞില്ലയോ? അവരന്നു മധുവിധു തന്നെയും മറന്നില്ലയോ? അവർക്കുള്ള പുതുമാരൻ അലിയവരല്ലയോ? അവരിരുവരുമെന്ന് സുജൂദിലായി കഴിഞ്ഞില്ലയോ? അവരന്യ പുരുഷനിൽ നിന്നൊഴിഞ്ഞവരല്ലയോ? നേതൃത്വവും സ്വർഗത്തിൽ നിന്നവർക്കല്ലയോ? വളരെ അത്യാവശ്യമായി സമൂഹത്തിന് ബോധം കൊടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കുമാറാകട്ടെ. ഒരാൾക്കെങ്കിലും ഒരു ബോധനമുണ്ടായാൽ
അതല്ലേ നമ്മുടെ പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇത് നൂറുൽ ഉലമയുടെ സ്മൃതികൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേദിയല്ലയോ, ഇത് ഖമറുൽ ഉലമ നേതൃത്വം നൽകുന്ന സദസ്സല്ലയോ, ഇത് സയ്യിദന്മാര് നമുക്ക് ദുആ ചെയ്ത് അനുഗ്രഹിച്ച വേദിയല്ലയോ. ഇവിടെ ആരെയും കുറ്റം പറയുന്ന വേദിയല്ല, ഇവിടെ ആരെയും ഗീബത്ത് പറയാനുള്ള സമയമല്ല. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലേണ്ട വളരെ സമയം കുറഞ്ഞവരാണ് നാമൊക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ തത്വങ്ങൾ മാനവന്റെ മുൻപിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സർവ പ്രവർത്തനങ്ങളും എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഉറങ്ങാതെ വിശ്രമിക്കാതെ പണിയെടുക്കണേ. ഇനിയൊരു മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തലാഖ് 1-2 ആയത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദാ വത്തഖുല്ലാഹ റബ്ബക്കും. സ്ത്രീകൾ അതാ ഇദ്ദ പരിപാലിക്കണം എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് ഇദ്ദ എന്ന് പറഞ്ഞാൽ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഇദ്ദയുടെ കാലം എന്ന് പറഞ്ഞാൽ അവൾ പുനർവിവാഹം ചെയ്യാൻ അവൾ കാത്തിരിക്കേണ്ട കാലം എന്നാണ് അർത്ഥം. ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ ഭർത്താവിനാൽ ത്വലാഖ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സ്ത്രീ അവൾ പുനർവിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ അവൾ ഇദ്ദയുടെ കാലം അതാ കാത്തിരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ സൂക്തം ഇതേ ആശയം പറയുന്നു. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന ബിസലാസതി ഖുറൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, ലാ യഹുല്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവസാന നാളിലും അല്ലാഹുവിനെയും കൊണ്ട് വിശ്വസിക്കുന്ന ഏതൊരു മുഅ്മിനത്തായ പെണ്ണിനും ശരിയാവൂല അൻ തുഹിദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാസ്. ഒരു മയ്യത്തിന്റെ പേരിൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റൂല. ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരിൻ വഅശ്റാ. ഭർത്താവ് മരിച്ചുപോയാൽ 4 മാസവും 10 ദിവസവും അവൾ ആ ഭർത്താവിനോടുള്ള ഇഷ്ടം കാരണം ഇദ്ദ പരിപാലിക്കണം. ഇതിനു ശേഷമാണ് അവൾ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊന്നും മാനവന്റെ മുന്നിലേക്ക് വരാത്ത കാലഘട്ടത്തില്, ചക്രം പോലും കണ്ടുപിടിക്കാത്ത സമൂഹത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇദ്ദ പരിപാലിക്കണമെന്ന ഹദീസ് അടർന്നു വീഴുമ്പോൾ സപ്താകാശങ്ങളിൽ നിന്ന് ചിറകിട്ടടിച്ചുകൊണ്ട് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ പറന്നിറങ്ങി മുത്തുനബിക്ക് ഓതിക്കൊടുക്കുമ്പോൾ ഇത്രയേറെ മനുഷ്യൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അതാ ഏറ്റവും പ്രശസ്തനായ ഒരു ഭൂണശാസ്ത്രജ്ഞൻ ഡോക്ടർ റോബർട്ട് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഇങ്ങനെ ഒരു ഇദ്ദയുടെ കാലാവധി പറഞ്ഞു. പുനർവിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് ഏത് തന്നെയാകട്ടെ, അവൾ അതാ മറ്റൊരു വിവാഹത്തിനു മുമ്പ് ഇദ്ദ പരിപാലിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് he is a scientist in Albert Einstein Research Center in US. യുഎസിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ സയൻസ് സെന്ററിലെ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ഈ ഹദീസുകൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ കൊണ്ട് തെളിയിക്കുന്നു. അദ്ദേഹം പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നു. ആ തയ്യാറാക്കിയ പഠനത്തിനിടയിൽ അദ്ദേഹത്തിന് മനസ്സിലായത് മാലോകരോട് പ്രഖ്യാപിക്കുകയാണ്, മുൻകഴിഞ്ഞ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഇണചേരുമ്പോൾ ഇവളുടെ ശരീരത്തിലേക്ക് വന്ന ബീജം, ആ പുരുഷന്റെ ബീജം ഒരു സ്ത്രീ അതാ 3 പ്രാവശ്യം ചുരുങ്ങിയത് മെൻസസ് ഉണ്ടായെങ്കിൽ മാത്രമേ, മെൻസസ് ഉണ്ടായി പരിപൂർണമായി ശുദ്ധിയായെങ്കിൽ മാത്രമേ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താവിന്റെ ബീജത്തിന്റെ കണികകൾ പൂർണ്ണമായും അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ. ആ
ആദ്യത്തെ മെൻസസിൽ അതാ 30% ബീജങ്ങൾ പുറത്തു പോകും. രണ്ടാമത്തെ പ്രാവശ്യം അവൾക്ക് മെൻസസ് ഉണ്ടാകുമ്പോ 60% പുരുഷ ബീജത്തിന്റെ അംശം പുറത്തു പോകും. അങ്ങനെ മൂന്നാമതായി ഉണ്ടായി. അങ്ങനെ 3 മാസം ചുരുങ്ങിയത്. എന്റെ പ്രിയമുള്ളവരെ, ത്വലാഖ് ചെയ്യപ്പെട്ടവൾ 3 ശുദ്ധിയുടെ കാലം അതാ ഇതായിരിക്കണം. ഗർഭിണിയായ പെണ്ണ് പ്രസവാമ്പരെ ഇദ്ദ പരിപാലിക്കണം. ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസവും 10 ദിവസവും എന്ത് തന്നെ ആയിരുന്നാലും ഒരു 3 മാസം അതാ ചുരുങ്ങിയത് കിട്ടുമ്പോ ഈ 3 മാസം കൊണ്ടാണ് 3 പ്രാവശ്യം അവൾക്ക് മെൻസസ് ഉണ്ടായി ശുദ്ധിയാകുന്നത്. അതേ ആ ശുദ്ധിയിലൂടെ മാത്രമാണ് അവളുടെ നേരത്തെ ഭർത്താവിന്റെ ബീജത്തിന്റെ അംശങ്ങൾ വളരെ ശരീരത്തിലുണ്ടെങ്കിൽ പരിപൂർണമായി പോവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ പ്രബന്ധം വിശദീകരിച്ചുകൊണ്ട് മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആ നവലോകത്തെ ആധുനിക ശാസ്ത്രജ്ഞൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അങ്ങനെ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഡെൻമാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് തരം താഴ്ത്തിക്കൊണ്ട് ഫിത്തിന എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയുടെ സംവിധായകൻ മുസ്ലിമായി തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് നെറ്റുകളിൽ അടിച്ചു നോക്കിയാൽ, വെബുകളിൽ അഡ്രസ് കൊടുത്താൽ വായിക്കാൻ കഴിയും. അതാ ഫിത്ന എന്ന സിനിമ ഇറങ്ങിയപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ആശിഖീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു മൂടിയപ്പോ അദ്ദേഹം പഠിക്കുകയാണ് എന്തുകൊണ്ട് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്നത്. അദ്ദേഹം അതാ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ പഠിക്കുന്ന പഠനത്തിന്റെ ഒടുവിൽ അദ്ദേഹം അതാ റൗളായുടെ മുമ്പിൽ ചെല്ലുന്നു. റൗളായുടെ മുമ്പിൽ ചെന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരങ്ങളിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ വരെ വരുമ്പോൾ ആ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്കൂ, അതാ മനോരമ 2014 ജൂൺ 9 തിങ്കളാഴ്ച ഒരു വലിയ വാർത്ത പുറത്തുവിടുന്നു. വാർത്തയുടെ ചുരുക്കം ഇങ്ങനെയാണ്: വഴക്കിടല്ലേ ആയുസ് കുറയും, വഴക്കിടല്ലേ ആയുസ് കുറയും. ഇത് ബുഖാരിയുടെ ഹദീസല്ല, മുസ്ലിമിന്റെ സംസാരങ്ങളല്ല, മറിച്ച് നമ്മുടെ ലോകത്ത് പുറത്തിറങ്ങിയ ഒരു പത്രത്തിന്റെ സംസാരമാണ്. വഴക്കിട്ട് കഴിഞ്ഞാൽ ആയുസ് കുറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തേക്ക് പഠിപ്പിക്കുന്നു. ഈ ലോകത്തേക്ക് ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കുന്നു. ആശ്വാസങ്ങൾ ഉണ്ടാവാൻ, വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവാൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം ചൂടാകരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം അവഗണന കാണിക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, ഓ അല്ലാഹുവിന്റെ അടിമകളെ, സഹോദരങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കണേ. വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാം. ഒരു മുസ്ലിമായ മനുഷ്യന് 3 ദിവസത്തിൽ അപ്പുറം തന്റെ സഹോദരനുമായി മിണ്ടാതിരിക്കാൻ പറ്റൂല, പിണങ്ങിക്കഴിയാൻ പറ്റൂല. ബുഖാരി ഇമാം അവിടുത്തെ ഹദീസിന്റെ ക്രോഡീകരണത്തിൽ 6065 ഹദീസായി കൊണ്ടുവരുന്നു. ലാ തബാഗളു, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. സ്ഥിരമായി വഴക്കിടുകയും തർക്കിക്കുകയും ചെയ്യുന്നവർ നേരത്തെ മരിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ ഇരട്ടിയാണെന്ന് പഠനം തെളിയിക്കുന്നു. അതുകൊണ്ട് ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടോ?
ഉമ്മമാരോട് സ്നേഹമുള്ള ആൺമക്കളുണ്ടോ? ഭർത്താക്കന്മാരെ ഇഷ്ടമുള്ള, അവർ കുറെ നാള് ദീർഘായുസോടുകൂടി എന്നെ സംരക്ഷിക്കണം, എനിക്കും എന്റെ മക്കൾക്കും തുണയാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, ആ ഭർത്താവിനെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്. മുസ്ലിം സഹോദരന്മാര് പരസ്പരം ദേഷ്യത്തിലായി ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി ജീവിക്കാൻ പാടില്ല. ഇത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. എന്താണ്? ജീവിത പങ്കാളിയുമായും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും പതിവായി വഴക്കിടുകയും അനാരോഗ്യകരമായി തർക്കിക്കുകയും ചെയ്യുന്നവരുടെ ആയുസ് കുറയും. ജേണൽ ഓഫ് എപ്പിഡെമിയോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു മാസികയിൽ ഡാനിഷ് ഗവേഷകരുടെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എന്താണ് ആ പ്രസിദ്ധീകരണത്തിന്റെയും പഠനത്തിന്റെയും പൂർണ്ണമായ രൂപം? സ്ഥിരമായി വഴക്കിടുകയും തർക്കിക്കുകയും ചെയ്യുന്നവർ നേരത്തെ മരിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 2-3 ഇരട്ടിയാണെന്നാണ് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരക്കാരുടെ വ്യക്തിത്വവും മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാനുള്ള കഴിവുമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അടിയിൽ പറയുന്നു, ഉത്കണ്ഠ കൂടുതലുള്ളവർക്കും ജീവിത പങ്കാളിയുമായുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവർക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളും മസ്തിഷ്കാഘാതങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അതാ ശാസ്ത്രജ്ഞന്മാര് നേരത്തെ കണ്ടുപിടിച്ചെങ്കിലും ഇത് ഇത്രത്തെ വിശാലമായി ഒരു വിഷയമായി അവർക്ക് തോന്നുന്നത് ഇപ്പോഴാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടൊരു 5 കാര്യങ്ങൾ ആയുസ് കൂട്ടാം എന്ന് പറഞ്ഞിട്ട് പത്രം അതാ ഹെഡിങ് കൊടുക്കുന്നു. 1, കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം. വായിക്കുന്നത് ബുഖാരിയല്ല, ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയല്ല. ഈ പത്രം നിങ്ങൾക്ക് കാണാം. 2014 ജൂൺ 8 തിങ്കളാഴ്ച കേരളക്കരയിൽ ഇറങ്ങിയ ഒരു പത്രം. ആ പത്രത്തിൽ ആയുസ് കൂട്ടാമെന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം. അനാവശ്യമായ തർക്കങ്ങൾ വേണ്ട. രണ്ടാമത്തത്, അനാവശ്യമായ തർക്കങ്ങൾ വേണ്ട. സമൂഹത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങൾ വേണ്ട. ആ അനാവശ്യമായ തർക്കങ്ങൾ നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കുന്ന പരിപാടിയാണ്. മൂന്നാമത്, മുൻകോപവും വഴക്കിടലും ഒഴിവാക്കാം. മുൻകോപം പാടില്ല, പരസ്പരം വഴക്കിടാൻ പാടില്ല. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ലവരുമായി സഹകരിക്കണം. പിന്നെ പറയുന്നു, കഴിവിനനുസരിച്ച് ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം. പ്രിയമുള്ള സഹോദരിമാരെ, നിന്റെ ഭർത്താവിന് നിന്റെ അയൽക്കാരനായ ആളുകളുടെ ഗൾഫിൽ നിന്ന് പൂത്ത പണത്തിന്റെ ആ ജാള്യത കാണിക്കാൻ, ആ നിഗളിപ്പ് കാണിക്കാൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. ആ ഭാര്യ അപ്പുറത്തെ അയൽക്കാരി ധരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വാഹനമോ എന്റെ പ്രിയപ്പെട്ട കൂലിത്തൊഴിൽക്കാരനായ ഭർത്താവിൽ നിന്നും നീ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ ആശ്വാസത്തിന് വേണ്ടി നിന്റെ അടുക്കലേക്ക് വരുമ്പോ നീ രാത്രിയിൽ കടന്നുകൊണ്ട് ഇത്തരം വലിയ വലിയ ആവശ്യങ്ങൾ പറഞ്ഞാൽ നിന്റെ ഭർത്താവിന്റെ ആയുസ്സാണ് കുറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോ അവനെ നീ ദേഷ്യം പിടിപ്പിച്ചാൽ അവന്റെ ശരീരത്തിൽ നിന്നൊരു ഹോർമോൺ പുറപ്പെടും. അഡ്രിനാലിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. ഒരാൾക്ക് ദേഷ്യം ഉണ്ടാകുമ്പോ ആ ദേഷ്യം തുടങ്ങുന്ന ഭാഗത്തു തന്നെ ശരീരത്തിൽ ഒരു പുതിയ ഹോർമോൺ ഉണ്ടാവുകയാണ്. ആ ഹോർമോൺ എരിഞ്ഞു തീർന്നാലേ അത് ശരീരത്തിൽ നിന്നും തീരുകയുള്ളൂ, നശിക്കുകയുള്ളൂ. ആ ദേഷ്യം തീർക്കാൻ ഒന്നും കിട്ടാതെ വരുമ്പോ അതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. അതുകൊണ്ടല്ലേ ഭർത്താക്കന്മാര് ഒരു ഗ്ലാസ് വെള്ളം ഇഞ്ഞെടുക്കടി എന്ന് പറയുമ്പോ നിങ്ങളൊരു പക്ഷേ മീൻ കണ്ടിച്ചോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മക്കളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ പറയും അവിടുന്ന് എടുത്തു കുടിച്ചോളാൻ പറയും. അപ്പൊ ഭർത്താവിന് ദേഷ്യം വരും. പക്ഷെ അവൻ പിന്നെ മിണ്ടത്തില്ല, അവൻ അതങ്ങ് ഒതുക്കും. പക്ഷേ ഹോർമോൺ ഒന്നും ഉണ്ടായിപ്പോയി. പിറ്റേന്ന് ദിവസം പറയാൻ, എനിക്ക് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു വാതുണ്ട്, എന്റെ ഡ്രസ്സെല്ലാം ഒന്ന് തേച്ചിട്ടേക്കണം. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ തേച്ചാൽ മതി. അപ്പോഴും ഒരു ഹോർമോൺ ഉണ്ടായി. നേരത്തെ പുറപ്പെട്ട ഹോർമോണും ഇപ്പൊ ഉണ്ടായ ഹോർമോണും കൂടെ
ഭയങ്കര ഒരു ആക്ഷൻ, ഒരു റിയാക്ഷൻ എന്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ ഭയങ്കരമായി ചൂടാകും. എപ്പോഴും നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയോട് ചൂടാവുകയാണ്. അങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് മറ്റുള്ളവരെക്കാളും ഞാൻ നേരത്തെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് നവലോകത്തെ പഠനം നടത്തുമ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവകുലത്തിനോട് പറഞ്ഞു, ലാ തബാഗളൂ, മദ്രസയുടെ പേരിൽ നിങ്ങൾ പരസ്പരം ചൂടാകണ്ട, മഹല്ലിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം ചൂടാകണ്ട. മദ്രസ മക്കൾക്ക് പഠിക്കാനുള്ളതാണ്, പൂട്ടിയിടാനുള്ളതല്ല. ജമാഅത്ത് പള്ളി പൂട്ടിയിടാനുള്ളതല്ല, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതാ. അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങൾ കൂടണ്ട. വലാ തഹാസദൂ, പ്രസ്ഥാന നേതാക്കന്മാര് രാത്രി പോലും ഉറക്കമിഴിഞ്ഞ് പ്രവർത്തിക്കുമ്പോ, സംഘടനകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതാ ഉന്നത സ്ഥാനങ്ങൾ വരുമ്പോ, നേതാക്കന്മാർക്ക് എല്ലാ നിലയിലും സ്ഥാനങ്ങൾ റബ്ബ് കൊടുക്കുമ്പോ നിങ്ങൾ അസൂയപ്പെടണ്ട. വലാ തഹാസദൂ, എന്റെ അയൽക്കാരന് ഇന്നോവ കാർ എടുക്കുമ്പോ ഞാൻ അസൂയപ്പെടണ്ട. അവൻ അധ്വാനിച്ച് കാറ് വാങ്ങിയതുപോലെ നിങ്ങളും അധ്വാനിച്ചോ. നായകന്മാര് നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുമ്പോ സർവ്വ ആളുകളും അതാ ആ നേതൃത്വത്തിന്റെ കാൽ കീഴിലെത്തുമ്പോ നിങ്ങൾ അസൂയപ്പെടണ്ട. നിങ്ങളും ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെച്ചോ. വലാ തദാബറൂ, നിങ്ങൾ പരസ്പരം അവഗണിക്കരുതേ. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, ഓ അല്ലാഹുവിന്റെ അടിമകളെ, മരിച്ചു പിരിയേണ്ടവരല്ലയോ, ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടവരല്ലയോ. സാമൂഹ്യ ചുറ്റുപാടുകള് മനുഷ്യനെ പ്രമേയമാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവശാസ്ത്രജ്ഞനാണ്, സർവ കണ്ടുപിടുത്തങ്ങളും അറിയാവുന്ന ആളാണ്. പക്ഷേ മുത്തുനബിയുടെ കാലത്ത് പറക്കുന്ന പ്ലെയിന്റെ ആവശ്യമില്ല. അത്യാധുനിക ടെക്നോളജികൾ മുത്തുനബിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഇത്രയും വലിയ ടെക്നോളജികൾ ഇവിടെ വന്നപ്പോൾ പോലും സമാധാനം മനുഷ്യനില്ല. അതുകൊണ്ട് മനുഷ്യനെ പ്രമേയമാക്കിയ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചത് സമാധാനമാണ്, സന്തോഷമാണ്, നീതിയാണ്. വഞ്ചനയുടെ പാഠങ്ങൾ അവിടുത്തെ പർണശാലയിലില്ല, തെറ്റായ കുപ്രചരണങ്ങളില്ല. സഹോദരങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യനോട് 3 ദിവസത്തിലപ്പുറം പിണങ്ങിയിരിക്കാൻ പാടില്ല. ഹബീബായ നബി തങ്ങളോട് മുഅ്മിനീങ്ങൾ വന്നു പറയുന്നു, നബിയേ, ഞങ്ങൾ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാത്തതെന്ത്? മുശ്രിക്കീനെതിരെ പ്രാർത്ഥിക്കാത്തതെന്ത്? അപ്പോഴാണ് സ്നേഹം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവികതയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാം. ഇവിടെ നിസ്കാരം പഠിപ്പിച്ച മതം, ഇവിടെ ദീൻ പഠിപ്പിച്ച മതം, ഇവിടെ നോമ്പ് പഠിപ്പിച്ച മതം, ഇവിടെ ഉംറയും ഹജ്ജും പഠിപ്പിച്ച മതം, ഇവിടെ എല്ലാ ശരീഅത്തും പഠിപ്പിച്ച മതം. അതിനേക്കാളും മേലെ ഇസ്ലാം സപ്പോർട്ട് ഹ്യൂമാനിറ്റി, മാനുഷിക മൂല്യങ്ങൾക്ക് അതാ പരിഗണന കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. മുത്തുനബിയുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നു അതാ കത്തിക്കാളുന്ന സൂര്യന് താഴെ ഒരു നൂല് കൊണ്ടുപോലും നാളം മറയ്ക്കാൻ സമ്മതിക്കാതെ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഉമയ്യത്തിന്റെ കിങ്കരന്മാര് കരിമ്പാറയെടുത്ത് നെഞ്ചിലെടുത്തിയിട്ട് കമഴ്ത്തിക്കിടത്തി അതാ ചാട്ടുവാറ് കൊണ്ടടിക്കുമ്പോൾ, വെള്ളം വേണമെന്ന് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിലേക്ക് കാർക്കിച്ചു തുപ്പുമ്പോൾ എന്തോ നനവുള്ളതെന്ന് ദേഹത്ത് വന്ന് വീണെന്ന് വിചാരിച്ച് നാക്കുകൊണ്ട് ആ തുപ്പൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഓ ബിലാലേ, അറേബ്യയുടെ രാജകുമാരിയെ കല്യാണം കഴിച്ചു തരാം, വലിയ കൊട്ടാരത്തിൽ രാജാവായി പ്രഭുവായി വാഴിക്കാം, നീ മുഹമ്മദിന്റെ പാർട്ടിയിൽ നിന്ന് പിന്മാറണമെന്ന് ഓഫറുകൾ പറയുമ്പോ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു
അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സഹാബി വര്യ പീഡനങ്ങളെമ്പാടും നടക്കുമ്പോ മുഅ്മിനീങ്ങൾ വന്നിട്ട് മുത്തുനബിയോട് പറയുമ്പോ മുശ്രിക്കീകൾക്കെതിരെ കൈയൊന്നുയർത്തി പ്രാർത്ഥിക്കൂ നബിയേ, അങ്ങയുടെ പ്രാർത്ഥന തട്ടൂലല്ലോ നബിയേ. അഖിലാണ്ടത്തെ പടച്ച അല്ലാഹുവിനോട്, സർവാധിപതിയായ സർവ്വതും നിയന്ത്രിക്കുന്ന അല്ലാഹുവിനോട് ഒന്ന് പ്രാർത്ഥിക്കൂ നബിയേ എന്ന് പറയപ്പെട്ടപ്പോ ഹബീബ് പറയുക, ഇന്നി ലം ഉബ്അത് ലഅന വ ഇന്നമാ ബുഇസ്തു റഹ്മാ. ഞാൻ ഒരു പ്രാകുന്ന ആളായി, ഞാൻ ഒരു ലഅനത്ത് ചൊരിയുന്ന ആളായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഞാനെതിരെ ദുആ ചെയ്യുന്ന ആളായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഞാൻ വന്നത് ഇന്നമാ ബുഇസ്തു റഹ്മ, കാരുണ്യവും കൊണ്ടാണ് വന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഹബീബ് പറയുന്നു, ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി സദഖ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു പുഞ്ചിരി കൊണ്ട് നിനക്ക് സന്തോഷം പാസ് ചെയ്യാൻ പറ്റിയാൽ, ഒരു ഹസ്തദാനം കൊണ്ട് നീ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ, ഒരു രൂപയുടെ ഒരു തുട്ട് കൊടുത്ത് നീ ഒന്ന് സന്തോഷിപ്പിച്ചാൽ, ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി സദഖ. ഒരു മുഅ്മിനായ മനുഷ്യനോട് നീ ഒരു സന്തോഷം നീ കൊടുത്താൽ അതാ അത് സദഖയുടെ പ്രതിഫലമാണ്. അത്തബസ്സുമു സദഖ, അംറും ബിൽ മഅറൂഫി സദഖ, നഹ്യുൻ അനിൽ മുൻകരി സദഖ. കാനഡയിലും അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ സെന്ററുകൾ ഇങ്ങനെ തുടങ്ങുകയാണ്. എന്താണ് ഈ സെന്ററുകളുടെ ദൗത്യം? വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വിഷമം കേൾക്കാൻ സമയമില്ല, ഭാര്യയുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അതിന് ആശ്വാസത്തിന്റെ വചനങ്ങൾ കൊടുത്ത് സംരക്ഷണത്തിന്റെ കരവലയങ്ങൾ കേൾക്കാൻ ഭർത്താവിന് സമയമില്ല. ഓഫീസിൽ നിന്ന് ഭർത്താവ് വരുന്നത് ഒരു ലാപ്ടോപ്പും കൈ പിടിച്ചിട്ടാണ്, ചെവിയിലൊരു മൊബൈലുണ്ട്. മക്കള് കാത്തിരിക്കുകയാണ് വാപ്പ വരുമ്പോ ഒന്ന് കളിക്കാൻ, ഭാര്യ കാത്തിരിക്കുകയാണ് ഭർത്താവ് വരുമ്പോൾ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് കയറി വരുന്നതും അതാ ഓഫീസിലെ അവന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ കീഴ് ജോലിക്കാരോട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. വേഷന്മാര് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. ഇവിടെ പരസ്പരം കേൾക്കാൻ സമയമില്ല, ഇവിടെ പരസ്പരം അറിയാൻ സമയമില്ല. അപ്പൊ ഈ സെന്ററുകൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. എന്റെ ഒരു സുഹൃത്ത് UK-യിലുണ്ട്. അദ്ദേഹം പറയാണ്, ഞാനിവിടെ ഒരു കൺസൾട്ടന്റാണ്. ഞാൻ ചോദിച്ചു എന്താണ് ഈ പണി? അപ്പോൾ അദ്ദേഹം പറയുന്നു, വിഷമങ്ങളും പ്രയാസങ്ങളും എന്റെ ഓഫീസിൽ വന്നിരുന്നു പറയും. അത് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു കൊടുത്ത് എന്നാൽ കഴിയുന്ന ആശ്വാസത്തിന്റെ വാക്കൊക്കെ പറയും. എന്നിട്ട് $200 $300 എനിക്ക് കിട്ടും. നല്ല പണിയാണ്, ഒരു പ്രശ്നമില്ല. അതിന് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൗണുകളിലും സിറ്റികളിലും അത്തരം സെന്ററുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ കൂട്ടുകുടുംബങ്ങൾ നടന്നിരുന്ന സമയത്ത് ആ ഒരു വ്യവസ്ഥയിൽ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മകനെ ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ഞാനൊന്ന് തല്ലിയാൽ, മദ്രസയിൽ പോകാത്തതിന്റെ പേരിൽ ഞാനൊന്ന് ശിക്ഷിച്ചാൽ, എന്റെ മകൻ അവിടെ നിന്ന് കരയും. അപ്പോഴാണ് നമ്മുടെ വല്യമ്മ, അവൻ എന്തിനാ കുഞ്ഞുട്ടിയെ കരയുന്നത്? അപ്പൊ അവൻ വലിയ വിഷമത്തോടെ കണ്ണീർ ഒന്നും കൂടെ ഒന്ന് കടുപ്പിച്ച് കരഞ്ഞിട്ട് പറയും, ഉപ്പ എന്നെ തല്ലി. അപ്പോ ഉമ്മ പറയും, അവന് പണ്ടേ പിള്ളേരെ തല്ലുന്നത് ഒരു സ്വഭാവമാണ്, ഒരു മടലിഞ്ഞെടുക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ട് വരട്ടും ഒരു വെപ്രാളമൊക്കെ കാണിക്കുമ്പോ ഈ കുഞ്ഞുമോനാ വാപ്പാക്ക് എന്നെ തല്ലി, ഉമ്മാടെ എന്ന് വാപ്പാക്ക് തല്ലിട്ടു എന്ന് പറയുമ്പോ ഇവനൊരു വല്ലാത്ത ആശ്വാസമാണ്. എന്നിട്ട് ചോദിക്കും, അല്ല മോനെ എനിക്ക് എന്തിനാ തല്ലി കിട്ടിയത്? അത് ഞാന് മദ്രസയിൽ പോയപ്പോ വൈകി, അല്ലെങ്കിൽ ജമാഅത്തിന് പോയില്ല, അല്ലെങ്കിൽ സന്ധ്യക്ക് യാസീനോദിയില്ല. മദ്രസയിലും പോകട്ടെ, ഹോംവർക്ക് ചെയ്യട്ടെ, എല്ലാ കുട്ടികളും പഠിച്ച് റാങ്കുകൾ വാങ്ങുമ്പോ മോനും അവിടെ പരാജയപ്പെടാൻ പാടില്ല എന്ന് അവന്റെ കുറ്റവും കൂടി പറഞ്ഞു കൊടുത്ത് അവനെ ഒന്ന് ആശ്വാസിപ്പിക്കുന്നത് കൂട്ടുകുടുംബങ്ങളിൽ ഇത്തരം സെന്ററുകളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായി. എന്നാൽ ഇന്ന് എല്ലാവരും ചെറിയ ചെറിയ വീടുകളിലേക്ക് മാറി, താനും തന്റെ ഭാര്യയും ആ അവസ്ഥയിലേക്ക് മാറുമ്പോൾ, ഇത്തരം കൂട്ടുകുടുംബ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുമ്പോൾ, പരസ്പരം കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ, ഭാര്യയും ഭർത്താവും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോ അവിടെ മൂന്നാം
മൂന്നാമതായി ഒന്ന് പരിഹരിക്കാൻ മുതിർന്ന ആളുകളുടെ അസാന്നിധ്യം വലിയ വലിയ വിഷയങ്ങളിലേക്ക് മാറുമ്പോൾ, ഇത്തരം ആശ്വാസങ്ങളില്ലാത്തപ്പോൾ കഥകടച്ച റൂമിൽ ഒതുങ്ങി അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലൊതുക്കുമ്പോൾ ആയുസ്സിന് കുറവാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്, അവിടുന്ന് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കണ്ടില്ലയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവ്യ പ്രബോധനത്തിന്റെ ആധ്യാനുഭവം ഉണ്ടായ സമയത്ത് പേടിച്ച് ഒന്ന് വിറച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ വീട്ടിലേക്ക് വരുന്നത് ആരുടെ അടുത്തേക്കാണ്? പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ ആശ്വാസത്തിന്റെ തീരത്തണിയുകയാണ് ഹബീബ്. അപ്പൊ അവിടെ പറഞ്ഞില്ല നിങ്ങൾ താരാ പറഞ്ഞ ആ ഗുഹയിൽ ഒറ്റയ്ക്ക് പോയിരിക്കാൻ. ഭർത്താവ് ഏതോ ഒരു ബിസിനസ്സിൽ ഇറങ്ങി 10 ലക്ഷത്തിന്റെ കടവുമായി വന്നപ്പോ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ആ ബിസിനസ് തുടങ്ങിയത്? നിങ്ങൾ താരാ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം പണ്ടേയില്ല. 10 ലക്ഷമല്ലേ ആയുള്ളൂ, ഇങ്ങനെ പോയെങ്കിൽ 20 ലക്ഷം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ലോ പ്രഷർ ഹൈ പ്രഷർ ആക്കുന്ന സംസാരമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സമ്മിലൂനി യാ ഖദീജ, ആശ്വാസത്തിന്റെ തീരത്തണയാൻ വേണ്ടി ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ പ്ലസ് പോയിന്റ് എടുത്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാ. ഇന്നക ലതഹ്സിലുർ റഹിമാ, നിങ്ങൾ ആലംബഹീനർക്ക് അവലംബമാ, കുടുംബ ബന്ധം ചേർക്കുന്നവരാ. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂ, അഗതികൾക്ക് ഗതിയുണ്ടാക്കി കൊടുക്കുന്നവരാ. അതിഥി സൽക്കാരത്തിന് മുന്നിൽ നിൽക്കുന്നവരാണ്. സത്യത്തിന്റെ മാർഗത്തിൽ സഹായ ഹസ്തങ്ങളുമായി ഓടിയെത്തുന്ന സാമൂഹിക സേവകനാണ്. അല്ലാതെ തെറ്റായ വാർത്തകൾ കൊണ്ടുവന്ന് ഫാസിഖായ ആളുകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോ, തെറ്റായ വാഗ്ദാനങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തിപ്പോകുമ്പോ ആലിമീങ്ങളുടെ കുതിര കയറാൻ ചെല്ലുന്ന എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് ജമാഅത്തിന് പോയത് കൊണ്ട് വലിയ ആളാകണമെന്നില്ല. അല്ലെങ്കിൽ അതാ 10 പുത്തൻ കാശ് കയ്യിൽ വരുമ്പോ വലിയ ആളാകണമെന്നില്ല. ഒരു ദിവസം ഒരു 10 രൂപ കൊണ്ടുപോലും ആരെയും സഹായിക്കാത്ത നമ്മള്, എത്രയോ യതീം മക്കളെ പോറ്റുന്ന എത്രയോ മുതഅല്ലിമീങ്ങളെ സന്നദ്ധ ഭടന്മാരായി സമൂഹത്തിന് സേവനം ചെയ്യാൻ ഓരോ വർഷവും വാർത്തിയെടുക്കുന്ന എത്രയോ പണ്ഡിത പ്രമുഖന്മാർ, അവരെ ആക്ഷേപിക്കുന്ന വർത്തമാനങ്ങൾ പറയുമ്പോ സഹായം സത്യത്തിന്റെ പേരിലാകണേ. തെറ്റിന്റെ പേരിൽ ആര് കമ്പനി കൂടിയാലും, ആര് പ്രഭാഷണം നടത്തിയാലും, ആര് അതാ മീറ്റിംഗ് നടത്തിയാലും ഇസ്ലാമിനെതിരെയുള്ളതായി വ്യാഖ്യാനിക്കപ്പെടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ സത്യത്തിന്റെ പേരിൽ സഹായിക്കുന്നവരായിരുന്നു. വിദ്യാർത്ഥികളാണ്, എന്നാലോ സൈക്കോളജിസ്റ്റും കൂടിയാണ്. ഒരു പെൺകുട്ടി അതാ വീട്ടിൽ വല്ലാത്ത ശല്യം കാണിക്കുന്ന, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവരുടെ അടുക്കലേക്ക് അതാ പോകുന്നു. എന്താണ് പെൺകുട്ടിയുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട മകള് പറയുകയാ, ഓ സാറന്മാരെ, ഓ ഉസ്താദുമാരെ, ഞങ്ങൾ പുതിയ പണക്കാരാണ്, ഈ അടുത്ത് കുറെ പണമുണ്ടായതാണ്. എന്റെ ഉമ്മാക്ക് ഞങ്ങളെ നോക്കുന്നൊരു പണിയില്ല. രാവിലെ 8 മണിക്ക് എഴുന്നേറ്റാൽ നേരത്തെ പോകുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ്. സ്കൂളിൽ പോകാൻ പുസ്തകം അടുക്കി വെച്ച് തരൂല, ഭക്ഷണം തയ്യാറാക്കി തരൂല, സ്നാക്കുകൾ തരൂല. സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരുമായി, ഞങ്ങളുടെ അധ്യാപകരുമായുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പ്രിയപ്പെട്ട ഉമ്മാരുടെ അടുക്കിലേക്ക് ഓടി വരുമ്പോ പ്രിയപ്പെട്ട ഉമ്മ ഭൗതികമായ ആധുനികതയുടെ പളപളപ്പിൽ അതാ അലക്ഷ്യമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മേ, ഞാൻ അങ്ങേയറ്റം
അങ്ങേയറ്റം വെറുക്കുന്നു. നിങ്ങൾ ഇനി പറഞ്ഞാൽ വാപ്പയെ വേണമെങ്കിൽ ഞാൻ അനുസരിക്കാമെന്ന് ഈ പെൺകുട്ടി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കേൾക്കാൻ അല്ലാഹു നമുക്ക് രണ്ടവയവമാണ് തന്നത്, സംസാരിക്കാൻ നമുക്കൊരൊറ്റ അവയവമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് സമൂഹത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒന്ന് കേട്ടിരിക്കണേ. അത് വല്ലാത്ത ആശ്വാസമാണ്, റിലീസാണ്. അപ്പയും ഉമ്മയും മരിച്ചുപോയൊരു മകന്റെ അടുക്കലേക്ക് ചെന്ന്, മകനെ അത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് നമ്മൾ പറയുന്നു. അത് പറയാനല്ലേ നമുക്കപ്പോൾ അവിടെ കഴിയൂ. എന്നാൽ എല്ലാം റബ്ബിന്റെ വിധി എന്ന് പറയുന്നത് വല്ലാത്തൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചയച്ചതിന്റെ പേരിൽ 3 ലക്ഷം രൂപ കടമുള്ള ഒരു പിതാവ് ബിസിനസ് ചെയ്ത് 10 ലക്ഷം കടമുള്ള നമ്മളോട് വന്നിട്ട്, എനിക്ക് 3 ലക്ഷത്തിന്റെ കടമുണ്ട് സഹോദര എന്ന് പറയുമ്പോ, നീ നിന്റെ 3 ലക്ഷവും കൊണ്ട് പോടാ, എനിക്ക് 10 ലക്ഷത്തിന്റെ കടമുണ്ടെന്ന് പറയുന്നതിന് പകരം ഈ 3 ലക്ഷത്തിന്റെ കടം പറയുമ്പോ എല്ലാം കേട്ടിരുന്നിട്ട്, അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അല്ലാഹു നമ്മുടെ കടങ്ങൾ വീട്ടിൽ തരട്ടെ എന്ന ആശ്വാസത്തിന്റെ വാക്ക് മാത്രമേ നിന്റെ കയ്യിൽ കൊടുക്കാനുള്ളൂ എങ്കിൽ പോലും ആ ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടിരുന്നാൽ അത് വല്ലാത്ത സമാധാനമാണ് സമൂഹത്തിലേക്ക് കൈമാറുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് ഹബീബിന്റെ പർണശാലയിൽ നാം പഠിക്കുന്നത്. കണ്ടില്ലേ, ശത്രുവിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആശ്ലേഷണത്തിന് മുത്തുനബിയുടെ പർണശാലയിലേക്ക് കടന്നു വരുമ്പോൾ ഹബീബ് പറയുന്നു, സഹാബ, ആ കടന്നു വരുന്ന അല്ലാഹുവിന്റെ ശത്രുവിന്റെ മകനാണ്. പക്ഷേ അല്ലാഹു പോലും ശപിച്ച മനുഷ്യനെ നിങ്ങൾ ആ വാപ്പയെ മകന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. മുത്ത് ഹബീബിന്റെ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങൾക്കും പാരമണിയുന്ന സ്വഭാവം, മുത്ത് ഹബീബിന്റെ എല്ലാ പ്രബോധന രീതികളിലും അതാ പ്രശ്നമുണ്ടാക്കുന്ന സ്വഭാവം. അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രു, അല്ലാഹുവിന്റെ ശത്രു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രു, ആ ശത്രുവിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആശ്ലേഷണത്തിന് വേണ്ടി ഷഹാദത്തിന്റെ കലിമകൾ ചൊല്ലാൻ ഹബീബിന്റെ തിരുമുമ്പിലേക്ക് വരുമ്പോൾ അവിടുന്ന് സഹോദരങ്ങളോട് പറയുകയാ, അവിടുന്ന് സഹാബാക്കളോട് പറയുകയാ, ഓ വാപ്പയെ, ആ മകന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അത് ആ മകന്റെ മനസ്സിന് വിഷമമുണ്ടാക്കാൻ കാരണമാകുമെന്ന് ലോകത്തിന് സമാധാനം പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചലനനിശ്ചലങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സ്വലാത്തിൻ വഖുംനാ മഅഹു. മുത്തുനബി നിസ്കാരത്തിന് തയ്യാറായപ്പോൾ ഞങ്ങളൊക്കെ മുത്തുനബിയുടെ പിന്നിൽ ഇങ്ങനെ സഫൊപ്പിച്ചു നിന്നു. ഫഖാല അറാബിയുൻ വഹുവ ഫി സ്വലാഹ്. മുത്തുനബി നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ ഒരു അഅറാബി പറയുകയാണ്, അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദാ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കരുണ ചെയ്യണമേ. വലാ തർഹം മഅനാ അഹദാ. ഞങ്ങൾക്ക് മാത്രം മതി, വേറെ ആർക്കും ഒന്നും കൊടുക്കണ്ട എന്ന മനോഭാവത്തിൽ ഒരു അഅറാബി ഇങ്ങനെ ദുആ ചെയ്യുമ്പോ, വലമ്മാ സല്ലമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലിൽ അഅറാബി. മുത്തുനബി അവിടെ തിരുത്തുകയാണ്, ലഖദ് ഹജ്ജർത വാസിഅൻ യുരീദു റഹ്മത്തല്ലാഹ്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ നീ ഇടുക്കി കളഞ്ഞല്ലോ. എനിക്കും നല്ലത് വരണം, എന്റെ സഹോദരനും നല്ലത് വരണം, എന്റെ അനുജനും നല്ലത് വരണം, എന്റെ സഹോദരനും നല്ലൊരു വാഹനത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കണം, എന്റെ സഹോദരനും നല്ല അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കണം, എല്ലാം എനിക്കും എന്റെ ഭാര്യയ്ക്കും മതി, എനിക്കും എന്റെ മക്കൾക്കും മതി എന്ന മനോഗതിയെ മുത്തുനബി തിരുത്തുകയാണ്. മാത്രവുമല്ല, ഹബീബ് ഇറങ്ങുന്നു, സമൂഹത്തിൽ
സമൂഹത്തിലേക്ക് ഇതേപോലെയുള്ള കുഞ്ഞുമക്കൾ ഇവിടെ എത്രയായിരിക്കുന്നത്. നല്ല ചുണക്കുട്ടികളായ SBS-ന്റെ മക്കള്, സുന്നി ബാലസംഘത്തിന്റെ മക്കള്, ആദർശം നെഞ്ചിലേറ്റാൻ ഉപ്പാപ്പമാരെ പോലെ യുവാക്കളെ പോലെ പ്രിയപ്പെട്ട ഇക്കാക്കമാരുടെ പിൻഗാമികളാക്കാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ആ മക്കളോടെ പോലെയുള്ള പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് തുറന്ന മനസ്സോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുരുവിയുമായി കളിക്കുന്ന കുഞ്ഞിനോട്, ആ കുരുവി എന്ന് പറന്നു പോയപ്പോ നബി ചോദിക്കുന്നു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, കുരുവി എന്തായി പോയി മോനെ എന്ന് ചോദിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നില്ലേ, അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കുന്തും സലാസതൻ, നിങ്ങൾ മൂന്ന് പേർ ഒരു വഴിയിൽ പോയാൽ ഫലാ യതനാജാ റജുലാനി ദൂനൽ ആഖർ, രണ്ട് പേര് മാറി നിന്ന് രഹസ്യം പറയുന്നു മറ്റൊരാളെ കൂടാതെ, അത് പാടില്ല. ഹത്താ തഖ്തലിതു ബിന്നാസി അജ്ല അൻ യുഹ്സിനഹു, അങ്ങനെ ചെയ്യുമ്പോ ഈ മൂന്നാമതൻ ആരോടും സംസാരിക്കാൻ വേറെ ആരാരുമില്ല, അപ്പൊ ഇവനൊരു ചെറിയ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ രണ്ടുപേര് മാറി നിന്ന് രഹസ്യം പറയല്ല. കാലുഷ്യത്തിന്റെ കൽപ്പതങ്ങൾ മാനം മുട്ടയുരുകയും കാരുണ്യം കിട്ടാക്കനിയായി മാറുകയും ചെയ്യുന്ന ഉത്തരാധുനിക യുഗത്തില് വിശ്വമാകെ കരുണയുടെ അരുണവർഷങ്ങൾ ചൊരിഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ചരിത്രത്തിന്റെ തങ്കത്താളുകൾ ചമൽക്കരിക്കപ്പെട്ട അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യമായ ഇത്തരം സന്ദേശങ്ങളാ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ എന്റെ പ്രിയമുള്ള യുവാക്കളെ സമൂഹം നെഞ്ചിലേറ്റേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മനുഷ്യനോട് മാത്രം കരുണ ചെയ്താൽ മതി എന്ന് പറയുന്ന ആളല്ല. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈന്തപ്പനെ കുറ്റി കരയുന്നു, സഹാബാക്കൾ എല്ലാവരും ഇരുന്ന് കേൾക്കുന്നു. ഒരു പെണ്ണൊട്ടകത്തിന്റെ കരച്ചിലാണ് ഞങ്ങൾ കേൾക്കുന്നത്. ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല കാന ജിദ്ഉൻ യഖൂമു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മാ വുദിഅ ലഹുൽ മിൻബറു, അതാ മദീനയിലേക്ക് വന്നപ്പോ മുത്തനബി ആദ്യം എടുത്തത് അവിടെ ഒരു ഓഫീസ് പണിയുകയാണ്. മുസ്ലിങ്ങളുടെ ഔദ്യോഗിക ഓഫീസാണ് നാട്ടിലെ പള്ളികൾ, അത് പൂട്ടിയിടാനുള്ളതല്ല. മദീനയിൽ വന്നിട്ട് അതാ പള്ളി പണിഞ്ഞപ്പോ ആദ്യ സന്ദർഭത്തിൽ ഓതിയ ഒരു മിമ്പറയുണ്ട്, ഒരു പഴയ ഈന്തപ്പനയുടെ കുറ്റിയുടെ മുകളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നടത്തിയിരുന്നത്. ആളുകളൊക്കെ വിശാലമായി ഇതിലേക്ക് വന്നപ്പോ, പള്ളിയൊക്കെ ഒന്ന് വിശാലമാക്കിയപ്പോ ആ മിമ്പറയെ മാറ്റി മറ്റൊരു മിമ്പറങ്ങ് സ്ഥാപിച്ചപ്പോൾ എന്റെ മുകളിൽ കയറി നിന്നതാരാണ്? ചന്ദ്രവദനത്തെ തോൽപ്പിച്ചു കളഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ്, ചന്ദ്രന്റെ പ്രഭയെക്കാളും പ്രഭയുള്ള ലോകത്തിന്റെ സർവപ്രഭയെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്പാദങ്ങൾ എന്റെ മുകളിൽ നിന്ന് മാറിയ വിഷമം കൊണ്ട് സമിഅനാ ലിൽ ജിദ്ഇ മിസ്ല അസ്വാത്തിൽ ഇശാർ ഹത്താ നസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവളഅ യദഹു അലൈഹി. ആ ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഒരു പെണ്ണൊട്ടകത്തിന്റെ കരച്ചിൽ കേട്ടപ്പോൾ നബി ഇറങ്ങി വന്നിട്ട് ആ മരക്കുറ്റിയുടെ മേളിൽ തല കൈവച്ചിട്ട് സമാധാനം പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടില്ലേ, വേടന്റെ വലയിൽ കുടുങ്ങിപ്പോയ മാൻകുട്ടിക്ക് ജാമ്യം നിന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അനാഥരായ കുട്ടികളുടെ മുമ്പിൽ നീ നിന്റെ കുട്ടിയെ താലോലിക്കാൻ പാടില്ല. അപ്പയും ഉമ്മയും ഇല്ലാത്ത അനാഥ ബാല്യങ്ങളുടെ മുമ്പിൽ നീ നിന്റെ പ്രിയപ്പെട്ട മകനെ താലോലിക്കാൻ പാടില്ല. അവനെ ചേർത്ത് നിർത്തി
നിർത്തിയിട്ട് ചുടുചുംബനം കൊടുക്കുമ്പോ വാപ്പയില്ലാത്ത ഈ പൊന്നുമോന് വിഷമമുണ്ടാകാൻ സാധ്യത കണ്ടുകൊണ്ട് മനുഷ്യനെ പ്രമേയമാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനാഥത്വത്തിന്റെ മുന്നിൽ നിന്റെ മക്കളെ നീ തലോടേണ്ടതില്ല. മാൻകുട്ടിക്ക് ജാമ്യം നിന്ന റസൂലുള്ളാഹ്, സ്ത്രീ വിമോചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അനാഥ ബാല്യങ്ങളുടെ കണ്ണീരൊപ്പിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ഒന്നുറക്ക സ്വലാത്ത് ചൊല്ലുമോ മരുഭൂമിയുടെ മരുപ്പച്ചയിൽ അതാ നടന്നു പോകുന്ന ഒട്ടകങ്ങളുടെ മർമരങ്ങളെ കാവ്യമഞ്ജരിയുടെ ഇതിഹാസങ്ങളാക്കി മാറ്റിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ന്യൂ ജനറേഷനിലെ ശാസ്ത്ര വിശാദരന്മാർക്ക് സ്നേഹത്തിന്റെ മകുടോദാഹരണമായി മാറിയ ലോകത്തിന്റെ നേതാവേ ഹബീബുല്ലാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമി പോൽ തെളിവൂറ്റോരെ, അതിനേക്കാൾ ശറഫൂറ്റോരെ, സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أب مثل حسنك قط يا سيدي خير النبي. നബിയെ അങ്ങൻ മാതാവോ അല്ല പ്രിയ പിതാവോ, കണ്ടില്ല ഇവരിരുവരിലോ അങ്ങൻ സ്നേഹം തിരുനബിയെ. അസ്സലാത്തു الشفيع الأبتحي والحبيب العربي. മുത്തു ഹബീബിന്റെ സ്നേഹ പരിസരം മനസ്സിലാക്കിയിട്ട് ശ്രീനാരായണ ഗുരു പാടുകയാണ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുത്ത് രത്നമോ. ഈ ഹബീബ് പഠിപ്പിക്കുന്നു, യാ അയ്യുഹന്നാസ് ലാ തതമന്നൂ ലിഖാഅൽ അദുവി. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. വസലുല്ലാഹൽ ആഫിയ. അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിച്ചോ. ഫഇദാ ലഖീതുമൂഹും. നിങ്ങൾ ആ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ഫസ്ബിറൂ. ക്ഷമിച്ചു കൊടുക്കണേ, അത് നിങ്ങളുടെ ആയുസ്സിന് വർധനവാണ്. ക്ഷമിക്കണമേ എന്ന് മുത്തുനബി അവിടെ പറയുമ്പോൾ അത് ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന ആധുനിക പഠനങ്ങൾ അവരുടെ മുമ്പിലൂടെ ഒരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. എന്നാൽ നബി തങ്ങൾ അത് പഠിപ്പിക്കുകയാണ്. ഫസ്ബിറൂ വഅലമു അന്നൽ ജന്നത തഹ്ത ളിലാലിസ് സുയൂഫ്. ഉറയിൽ വിശ്രമിക്കുന്ന വാളെടുത്ത് അന്തരീക്ഷത്തിൽ ചുഴറ്റിയിട്ട് ശത്രുവിന്റെ തല കൊയ്യുന്നതിലല്ല സ്വർഗമുള്ളത്. ആ വാളുകൾ വിശ്രമിക്കട്ടെ. ആ വിശ്രമിക്കുന്ന വാളുകളുടെ തണലിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വെച്ചിരിക്കുന്നത് എന്നും ആലോകരോട് പറയുമ്പോ, ഇത്തരം ഒരു സ്നേഹപ്രപഞ്ചത്തിൽ പ്രസവാറിൽ 132 മക്കളുടെ നെഞ്ചിലേക്ക് AK-47 എടുത്ത് നിറയൊഴിച്ച ഭീകരവാദികൾക്ക് മുത്ത് ഹബീബിന്റെ പർണശാലയിൽ ഇടമില്ല. സഹോദരങ്ങളെ,
ഭീകരവാദം ഇസ്ലാമിന് അന്യമാണ്, പകയും വിദ്വേഷവും ഇസ്ലാമിന് അന്യമാണ്. മുത്തുനബിയുടെ പർണശാലയിൽ ലെവലേശം പോലും അതൊന്നും കാണാൻ കഴിയൂല. ശത്രുത പുലർത്താൻ പാടില്ല. സ്നേഹത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് ആയുസിന്റെ വർധനവാണ്, സമൂഹത്തിന്റെ പുരോഗതിയാണ് ഉണ്ടാകുന്നത് എന്ന് ലോകത്തിന് പഠിപ്പിക്കുക വഴി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ആരും പഠിപ്പിക്കാത്ത വലിയ മെസ്സേജുകളാണ് ലോകത്ത് അതാ പാസ് ചെയ്തതെങ്കിൽ അതല്ലേ ആ ഹബീബിനെ മനസ്സിലാക്കിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എത്രയോ പ്രഭാഷകന്മാർ ഹബീബിനെ പുകഴ്ത്തുന്നു, എത്രയോ കവിതകൾ അവരുടെ പേനകൾ ചലിപ്പിക്കുന്നു. അതാ പ്രകീർത്തനത്തിന്റെ ആദ്യാക്ഷരം കുറിച്ചിട്ട് അവരെല്ലാം പരാജയപ്പെട്ട് മടങ്ങുകയല്ലാതെ ഹബീബിനെ എഴുതി തീർക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹബീബിനെ പാടി തീർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഹബീബിനെ പ്രഭാഷണ വിഷയമാക്കി എവിടെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരൊറ്റ പ്രവാസകർക്കും കഴിഞ്ഞിട്ടില്ല. ലം യഅതീന ലീറുക ഫീ നളറിൻ മിസ്ല തുനാസുദ് ഫൈദാ ജാനാ ജഗരാജുക് താജു തുരാ സർ സൗഹേ തുജ്കോ ഷാഹിദോ സാരാ ജാനാ. യാതൊരു സൃഷ്ടിയിലും താങ്കളെ പോലെ മറ്റൊന്ന് കാണപ്പെട്ടിട്ടില്ല. എല്ലാ രാജാക്കന്മാരുടെയും കിരീടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ലോകത്തിന്റെയും രാജാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇന്ന സ്വബ്റ മിനൽ ഈമാനി ലിമൻസിലത്തിർ റഅസി മിനൽ ജസദ്. ഈമാനില്ലതാ ക്ഷമയുടെ സ്ഥാനം ശരീരത്തിന് തലയുടെ സ്ഥാനം പോലെയാണ്. മല്ലാ സബ്റ ലഹു ലാ ഈമാന ലഹു വമൻ ലാ റഅസ ലഹു ലാ ജസദ ലഹു. ഒരാൾക്ക് ക്ഷമയില്ലെങ്കിൽ അവന് ഈമാനില്ല, ഒരാൾക്ക് തലയില്ലെങ്കിൽ അവന് ശരീരം തന്നെ ഇല്ല. ലോകത്ത് ഇത്രയും കാരുണ്യം പഠിപ്പിച്ച് എൻ്റെ പ്രിയമുള്ളവരെ തന്നെ അതാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വെള്ളം ചോദിക്കുന്നൊരു സഹോദരൻ നിനക്ക് ദാഹം കൊണ്ട് വലഞ്ഞപ്പോ നീ അതാ വീട്ടിലേക്ക് പോയി വെള്ളം ചോദിച്ചപ്പോ നിന്നെ തടഞ്ഞ ഒരു സഹോദരൻ അതാ കാലഘട്ടങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാറി വന്നപ്പോ അവന്റെ വീട്ടിൽ വെള്ളം വറ്റിപ്പോയി. നേരത്തെ ചോദ്യകർത്താവ് നീയായിരുന്നു, ഇപ്പോൾ ചോദിച്ചു വരുന്നത് അവനാ. എന്നാൽ നിനക്ക് പണ്ട് തരാത്തവനാണെന്നും പറഞ്ഞ് നീ കൊടുക്കാതിരിക്കരുതേ, നീ അവനെ പരിഗണിക്കണമേ. എങ്കിൽ നാളെ മഹ്ശറയിൽ നിനക്ക് ഹിസാബ് എളുപ്പമാകുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയങ്ങ് പഠിപ്പിക്കുമ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്നു. മകനെ ചോദിക്കുന്നു, പോകുമ്പോൾ സുഖമില്ലാത്ത മകൻ. ക്ഷമയുള്ള ഭാര്യ പറയാണ്, മോൻ അവിടെയുണ്ട്, നിങ്ങൾ അതൊന്നും ഇപ്പൊ നോക്കണ്ട, പോയി കുളിച്ചിട്ട് വരൂ, ഭക്ഷണം കഴിക്കൂ. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരി, ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു. അതാ രാവിലെ ആയപ്പോൾ മോന്റെ കാര്യമങ്ങ് പറയുന്നു. ആരെങ്കിലും നമുക്കൊരു സാധനം കടം തന്നാൽ ആ കടം ആ തന്നവനങ്ങ് തിരിച്ചു ചോദിച്ചാൽ നമുക്കത് കൊടുക്കണ്ടയോ? ഭർത്താവ് പറഞ്ഞു, അതേ, എത്രയും പെട്ടെന്ന് അത് കൊടുക്കണമെങ്കിൽ. എന്നാൽ മകനെ അതാ മയ്യത്ത് അടക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ഭർത്താവിനോട് പറയുമ്പോ ദേഷ്യം പിടിച്ചിട്ട് തന്റെ ഭാര്യ ഇത്രയും വലിയ ക്രൂരതയുള്ളവളാണോ എന്ന് മുത്തുനബിയുടെ അടുക്കൽ പോയി പരാതി പറയുമ്പോൾ ഹബീബ് ചോദിക്കുന്നു, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ഇണ ചേർന്നുവോ?
അല്ലാഹുമ്മ ബാരിക് ലഹുമാ. പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ അതാ പ്രിയപ്പെട്ട മകൻ കഫൻ തുണയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, കട്ടിന്റെ അടിയിൽ മാറ്റി വെച്ചിരിക്കുന്നു. ക്ഷമയോടെ നിലനിന്നിട്ട് ഭർത്താവിന് വേണ്ടി അതാ സർവ്വതും തയ്യാറാക്കുന്നു. ഈ ക്ഷമയങ്ങ് കാണിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്കും പുകഴ്ത്തലിനും പാത്രീഭൂതരാകുന്നു. മുത്തുനബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫവലദത്തു ഗുലാമൻ, ഒരു കുട്ടിയുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക ചവച്ച് തൊട്ടുകൊടുക്കുന്നു. അബ്ദുല്ലാഹ് എന്ന് പേര് ചെയ്യുന്നു. ആ കുട്ടിയും ആ കുട്ടിയുടെ സന്താന പരമ്പരയും അതാ ഖുർആന്റെ വലിയ പണ്ഡിതന്മാരായി മാറുന്നു. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യനെ പ്രമേയമാക്കിയ മതമാണ്. ആ മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായി നിൽക്കണം. നമ്മുടെ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടുന്ന എല്ലാ സൂത്രവാക്യങ്ങളും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബാധ്യത എന്താ? ആ ഹബീബ് പറഞ്ഞ ദീൻ ഇവിടെ നടത്തണം. അതിവിടെ ആരുടെയും മുമ്പിൽ പണയം വെക്കാനുള്ളതല്ല. അതിനു വേണ്ടുന്ന കൂട്ടായ പ്രവർത്തനം നമ്മൾ ഉണ്ടാകണം. നമ്മുടെ സയ്യിദന്മാരെ നാം ബഹുമാനിക്കണം. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം മാരായം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കാട് ജില്ലയിൽ കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഅല്ലിം വന്ന് അതാ മക്കളെ പഠിപ്പിക്കുന്നു. സയ്യിദലവി മുസ്ലിയാർ എന്നാണ് പേര്. ക്ലാസ്സിൽ എഴുതി വെക്കുന്നു, ബോർഡിൽ അവസാനമായി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഫൈനൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് യഥാർത്ഥ അഭയം. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്ക ഹൃദയവുമായി ആരാണ് കടന്നു വരുന്നത് അവർക്കുള്ളതാണ് സ്വർഗം. കുശുമ്പും കുന്നായ്മയും വൈരാഗ്യവും അതാ പ്രശ്നങ്ങളും കേസും വഴക്കുകളും, പ്രിയമുള്ളവരെ, അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ? ഈ ആയത്ത് എഴുതി വെച്ചിട്ട് അതാ ബോധം കെട്ട് വീണ് മരണപ്പെടുന്നു. അതുകൊണ്ട് മരിക്കണം എന്ന ചിന്തയുണ്ടാകണം. എപ്പോഴാണത് പിടികൂടുക എന്നറിയില്ല. സയ്യിദന്മാരെ നാം ബഹുമാനിക്കണം. സയ്യിദന്മാരെ നാം അതാ ആദരിക്കണം. അവരെ നാം പരിഗണന കൊടുക്കണം. അവര് ഹബീബുമായുള്ള നമ്മുടെ കണക്ഷനുകളാണ്. നമ്മുടെ ഉസ്താദ് നമ്മുടെ ഹബീബുമായുള്ള കണക്ഷനുകളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അലിയാരു തങ്ങളുടെ ഒരു മകളുണ്ട്, ഉമ്മു കുൽസൂം. ആ ഉമ്മു കുൽസൂമിനെ വിവാഹാലോചന നടത്തുന്നു. അലിയാര് തങ്ങൾ വിചാരിക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലെ സീനിയർ മോസ്റ്റായ ഉമർ തങ്ങള് എന്റെ മകളെ വിവാഹാലോചന നടത്തുമ്പോ വേണ്ട പരിഗണന കൊടുത്തില്ല. അലിയാര് തങ്ങളുടെ തന്റെ അഭ്യർത്ഥന പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഉമർ തങ്ങൾ പറയുകയാണ്, ഓ അലിയാരേ, അന്നൽ ഹാമില ലി അലാ ദാലിക ദുഖൂലി ഫീ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൊച്ചുമകളെ ഉമ്മു കുൽസുമിനെ ഞാൻ വിവാഹാലോചന നടത്തിയതിന്റെ കാരണം നബിതങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തിൽ പ്രവേശിക്കാനാണ്. എന്താണ് ഹബീബ് പറഞ്ഞത്? കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ, എല്ലാ ബന്ധങ്ങളും എല്ലാ കാരണങ്ങളും ഖിയാമത്ത് നാളിൽ മുറിഞ്ഞു പോകും. അതാ പ്രസിഡന്റ് സെക്രട്ടറിയെ മൈൻഡ് ചെയ്യുന്നില്ല, വാപ്പ മകനെ നെവർ മൈൻഡ് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനെ പരിഗണിക്കുന്നില്ല, ശിഷ്യന്മാർ ഉസ്താദിനെ നോക്കുന്നില്ല. എല്ലാ ബന്ധങ്ങളും മുറിയുന്നു, എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകുന്നു. എന്നിട്ട് ഹബീബ് പറയുന്നു, ഇല്ലാ സബബീ വനസബീ, ഞാനാകുന്ന കാരണവും എന്റെ കുടുംബ ബന്ധവും ഒഴിച്ച് ബാക്കി എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകും എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിൽ ഒരു അംഗമാകാനാണ് ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ തങ്ങൾ പോലും ആ കുടുംബത്തിൽ അംഗമായി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുവെങ്കിൽ
പ്രിയമുള്ളവരെ നമുക്ക് വല്ലതുമുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ സബവുമായി പങ്കുചേരണം. നമുക്ക് ഈ തങ്ങന്മാരുമായി ബഹുമാനം ഉണ്ടാകണം. അവര് നമ്മുടെ എതിർഭാഗത്ത് വരുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാ നിലയിലും സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ ആഹാരാർത്ഥം അധ്വാനിച്ച ദീനാൻ അത് നമ്മളിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നാം അത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കണം. ഈ വിഷയം പറയുന്നത് മറ്റൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല. ഇവിടെ ദീൻ വളരണം. എൻ്റെ പ്രിയമുള്ളവരെ, ദീൻ നശിച്ചുകൊണ്ട് പൊളിഞ്ഞ് ഇതിന്റെ വാക്താക്കളിൽ പോലും ദീൻ നശിച്ച് കല്യാണ വേളകളിൽ മഹല്ലുകളുടെ നേതൃത്വത്തിൽ, ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, അതോ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന കോപ്രായങ്ങൾ, അതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നു, തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കുന്നു. എന്നിട്ടോ സിനിമ ഷൂട്ടിങ്ങിനെ പോലും കവച്ച് വെക്കുന്ന തരത്തിൽ നമ്മുടെ വീടുകളിൽ അതാ ക്യാമറാമാൻ പറയുന്നു, പുതിയാപ്പിള എവിടെ ഇരിക്കണം, പുതിയ പെണ്ണ് എപ്പോ ഇറങ്ങണം, ഉസ്താദ് വന്ന് കാത്തിരിക്കുന്നു. പക്ഷേ പുതിയാപ്പിളയെ കാണുന്നില്ല, അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു പുതിയാപ്പിളയെ ദുആ ചെയ്തിറക്കാൻ ഞാൻ സേവനം ചെയ്യുന്ന നാട്ടിൽ നിന്ന് എൻ്റെ കൂടെയുള്ള തങ്ങന്മാരുമായി പോകുമ്പോൾ അതാ പയ്യൻ കസേര എടുത്തിട്ട് ഞങ്ങൾ പറയുന്നതിന് ഓപ്പോസിറ്റ് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ നീ ഇവിടെ ഇരുന്നത് എന്തിനാണ്? അപ്പോൾ അയാൾ പറയാണ്, ക്യാമറാമാൻ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ഓരോ തലങ്ങളിൽ ദീൻ പൊളിഞ്ഞു പോകുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹു നമുക്കെല്ലാം ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാം ആത്മാർത്ഥത നൽകുമാറാകട്ടെ.